നമസ്കാരം. ഈ ഒരു വേദിയിൽ ഇങ്ങനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ട ശ്രീ ശക്തിധരൻ മാഷിനും ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും എൻ്റെ നന്ദി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം നിർമ്മിത ബുദ്ധി, AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയുടെ അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ വളരെ കുറവാണ്, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഈ സാങ്കേതികവിദ്യ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടത്, അതെന്തൊക്കെയാണ് ചെയ്യുന്നത്, അതിൻ്റെ രൂപഘടന എങ്ങനെയാണ്, അതെങ്ങനെ ഇങ്ങനെ വന്നു പെട്ടു, അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആ ഒരു വീക്ഷണകോണിൽ നിന്ന് നമുക്കൊരു പക്ഷേ ഈ സാങ്കേതികവിദ്യയെ നോക്കുമ്പോൾ, ഒരുപക്ഷെ നിങ്ങൾ ഈ ക്ലാസ്സിന് ശേഷവും മറ്റുമൊക്കെ ആ സാങ്കേതികവിദ്യയെ നോക്കുമ്പോൾ ഈ ഒരു വീക്ഷണകോണ് പലപ്പോഴും പ്രയോജനപ്പെട്ടേക്കാം എന്നുള്ളൊരു അനുമാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഈ ടോക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്തുകൊണ്ടാണ് ഒരു സാങ്കേതികവിദ്യയുടെ അല്ലെങ്കിൽ ഏതൊരു വിഷയത്തിൻ്റെയും ചരിത്രത്തെക്കുറിച്ച് പഠിക്കേണ്ടത് എന്നുള്ളത് ഒരു പക്ഷേ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഈ ഒരു രീതിയിൽ അതൊരു പക്ഷേ ഉപരിപ്ലവമായേക്കാം. പക്ഷേ എന്നാൽ കൂടി നാം പലപ്പോഴും ചരിത്രം എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണല്ലോ, അതിനെക്കുറിച്ച് ഇപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് എന്താ കാര്യം, നമ്മൾ മുന്നിലോട്ടല്ലേ നോക്കേണ്ടത് എന്നുള്ളൊരു ചിന്ത പൊതുവേ ഉണ്ട്. പക്ഷേ അതേസമയം നമ്മൾ വിഷയങ്ങളെ ചരിത്രപരമായിട്ട് വിലയിരുത്തുക എന്ന് പറയുമ്പോൾ ചരിത്രത്തിലെ ഓരോ ഏടും എന്ത് സംഭവിച്ചു, ഇന്ന വർഷം ഇന്ന സംഭവിച്ചു എന്നുള്ള രീതിയിലല്ല, പക്ഷേ ചരിത്രത്തിലൂടെ എങ്ങനെ ഇത് സഞ്ചരിച്ചു, എങ്ങനെയാണ് ഇങ്ങനൊരു ഇന്നത്തെ വിഷയം സാങ്കേതികവിദ്യയാണ്. അപ്പോൾ ഈ സാങ്കേതികവിദ്യ എങ്ങനെയാണ് ചരിത്രത്തിലൂടെ രൂപപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് ഒരു വളരെ സവിശേഷമായ പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇതിന് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട് ഒരു മീം പോലെ ഒരു സംഗതി നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. നിങ്ങൾ ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അമേരിക്കയിലെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള കമല ഹാരിസ് എന്ന അവരെക്കുറിച്ചുള്ള ഒരു മീം, അവർ പറഞ്ഞ ഒരു ഉദ്ധരണിയാണ് ഇവിടെ വിഷയം. "We did not fall off a coconut tree. We exist in the context of everything that happened before us" എന്നാണ് അവർ പറയുന്നത്. നമ്മൾ വെറുതെ നൂലിക്കെട്ടി ഇറക്കപ്പെട്ടതല്ല, നമ്മുടെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്കോ ഒരു സാങ്കേതികവിദ്യ എന്നുള്ള നിലയ്ക്കോ എന്തിനെക്കുറിച്ചും അത് പറയാം. അപ്പോൾ ഇതൊരു അമേരിക്കൻ ഒരു പൊതുമണ്ഡലത്തിൽ ഇങ്ങനൊരു ചർച്ച വരുന്നത് വളരെ എന്ന് വെച്ചാൽ അത്രയൊന്നും സ്വാഭാവികമല്ലെന്നും ഒരുപക്ഷെ വളരെ പ്രതീക്ഷയ്ക്കുന്നതാണെന്നും വേണമെങ്കിൽ ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു ഉദ്ധരണി നേരത്തെ ആയിട്ടുള്ളത് ഒരു 19-ാം നൂറ്റാണ്ടിലെ ഒരു തത്വചിന്തകൻ്റെയാണ്. ആ ഉദ്ധരണി ഞാനൊന്ന് ഇവിടെ വായിക്കാം. "Men make their own history, but they do not make it as they please. They do not make it under self-selected circumstances, but under circumstances existing already, given and transmitted from the past." ഇത് ചരിത്രപരമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയുന്ന ഒരു ഉദ്ധരണിയാണ്. "The tradition of all dead generations weighs like a nightmare on the brains of the living." നിങ്ങൾക്കൊരു പക്ഷേ പലർക്കും ഇത് പറഞ്ഞ ആളെ വളരെ പരിചയമുള്ളതായിരിക്കും. ഇത് കാൾ മാർക്സിൻ്റെ എഴുത്തുകളിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ്. ഇപ്പോൾ കാൾ മാർക്സ് ഒരു പക്ഷേ ചരിത്രപരമായിട്ട് വിലയിരുത്തുക എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നൊക്കെ പറയുന്ന ഒരു രീതിശാസ്ത്രം, അതിൻ്റെ ഒരു പ്രയോക്താവും അതിൻ്റെ ഒരു പ്രചാരകനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ സ്പിരിറ്റിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ AI ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് നമ്മുടെ പൊതുമണ്ഡലത്തിൽ 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, അത് വളരെ സങ്കീർണമായ യന്ത്രവൽക്കരണമാണെന്ന് നമുക്ക് ചിന്തിക്കാം. വളരെ സങ്കീർണമായ യന്ത്രവൽക്കരണം എന്ന് വെച്ചാൽ നമുക്കൊരു പക്ഷേ അതിൻ്റെ എന്താണ് സംഭവിക്കുന്നത്, ഒരു ചിത്രം കണ്ടാൽ അതിൽ പട്ടിയുണ്ടോ പൂച്ചയുണ്ടോ എന്നൊക്കെ വരെ പറയുന്നു. എന്ന് വെച്ചാൽ വളരെ സങ്കീർണമായ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ബ്രെയിൻ പ്രവർത്തനത്തിൻ്റെ ചില അംശങ്ങൾ പോലും യന്ത്രവൽക്കരിക്കപ്പെടുന്ന രീതിയിലുള്ള സങ്കീർണമായ യന്ത്രവൽക്കരണം എന്ന് കാണാം. മറ്റൊരു രീതിയിൽ അത് അവതരിപ്പിക്കപ്പെടുന്നത്, രണ്ടാമത്തെ അവതരണമാണ് കൂടുതൽ പൊതുമണ്ഡലത്തിലുള്ളത്, അത് കൃത്രിമ ചിന്ത എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ചിന്തിക്കുന്ന യന്ത്രം എന്നുള്ളൊരു ആശയമുണ്ട്. ആ ആശയത്തിൻ്റെ അകത്താണ് ഈ നിർമ്മിത ബുദ്ധി എന്ന രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഇത് നിർമ്മിത ബുദ്ധി എന്നത് 1950-കൾ മുതലുള്ള ഒരു വാക്കാണ്. അപ്പോൾ ആ വാക്കിന് ഒരു പക്ഷേ ജന്മം നൽകിയ ഒരു പേപ്പർ എന്ന് പറയുന്ന ഒരു പ്രബന്ധം, അത് അലൻ ട്യൂറിങ്ങിൻ്റേതാണ്. അലൻ ട്യൂറിങ് കമ്പ്യൂട്ടിങ്ങിൻ്റെ തന്നെ പിതാവ് എന്ന് പലപ്പോഴും അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹം 1950-ൽ
മൈൻഡ് എന്നൊരു ജേണൽ ഉള്ള ഒരു പ്രബന്ധത്തിൽ ആദ്യത്തെ ഖണ്ഡികയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ക്യാൻ മെഷീൻസ് തിങ്ക്? യന്ത്രങ്ങൾക്ക് ചിന്തിക്കാനാകുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിനോടുള്ള അതിനേക്കുള്ള ഉത്തരം കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അപ്പം ക്യാൻ മെഷീൻസ് തിങ്ക് എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? ഈ യന്ത്രങ്ങൾക്ക് ചിന്തിക്കാനാകുമോ എന്ന് ചോദിക്കാൻ ഉള്ള ഒരാശയ പ്രപഞ്ചമുണ്ട്. ആ പ്രപഞ്ചത്തിനകത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചോദിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരു ലോകത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ ഇത് ചിലപ്പോൾ ചോദിക്കാൻ സാധിച്ചില്ലെന്ന് വരാം. അപ്പോൾ ഈ ആശയ ലോകം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഒരുപക്ഷെ ഒരു 300 വർഷം പിന്നിലേക്ക് നമുക്ക് ഒന്ന് വളരെ പെട്ടെന്ന് സഞ്ചരിക്കാം. ഒന്ന്, റെനെ ദെക്കാർത്ത് എന്ന് പറയുന്ന ഒരു തത്വചിന്തകനുണ്ട്. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പലർക്കും പരിചിതമായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രശസ്തമായ ഉദ്ധരണി ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്നുള്ളതാണ്. അത് മനുഷ്യൻ്റെ ചിന്തയുടെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു ഉദ്ധരണിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന ആശയ ലോകത്തുള്ള ഒരു സംഭാവന എന്ന് പറയുന്നത് മൈൻഡ് ബോഡി ഡ്യുവലിസം എന്നുള്ളതാണ്. മനുഷ്യനെ രണ്ടായിട്ട് വിഭജിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഒന്ന്, ചിന്തിക്കുന്ന ഭാഗം, അത് മസ്തിഷ്കം എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന് കരുതാം. മറ്റൊന്ന് ശരീരം. ഈ ശരീരം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഇന്ദ്രിയങ്ങളിലൂടെയും മറ്റുമൊക്കെ മസ്തിഷ്കത്തിലേക്ക് എത്തിക്കുന്നു. മസ്തിഷ്കം അതനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനങ്ങൾ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ നടപ്പിലാക്കുന്നു. ഇപ്പം ഞാനിപ്പോൾ കൈ നീക്കണമെന്ന് മസ്തിഷ്കം തീരുമാനിക്കുന്നു, കൈ അതനുസരിച്ച് നീങ്ങുന്നു. ഇതുപോലുള്ള ഒരു മൈൻഡ് ബോഡി ഡ്യുവലിസം എന്നുള്ളതാണ്. ഈ മനുഷ്യനെ രണ്ടായിട്ട് വിഭജിക്കുകയും അതിലൊരെണ്ണത്തിന് കൂടുതൽ കർത്തൃത്വം ഉണ്ട് എന്ന് വാദിക്കുകയും മറ്റതിന് അത്രയൊന്നും കർത്തൃത്വമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പം ഇതിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഒരുപക്ഷെ ഈ മൈൻഡ് ബോഡി ഡ്യുവലിസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ഈസ്റ്റേൺ ഫിലോസഫിയുടെ മേഖലയിലും മറ്റുമൊക്കെ നോക്കുമ്പോൾ ഈ ഒരു ആശയത്തിന് അത്രയൊന്നും വേരോട്ടമില്ല. നമ്മുടെ ഒരുപക്ഷെ സിനിമാ ഗാനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കണ്ണേ കരളേ എന്നൊക്കെ പറയുന്ന ഒരുപക്ഷെ സ്നേഹം എന്നുള്ളത് എവിടെ നിൽക്കുന്നു, അതിൻ്റെ കർത്തൃത്വമൊക്കെ എവിടെയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മസ്തിഷ്കത്തിലല്ല പലപ്പോഴും ആരോപിക്കുക. അപ്പോൾ ഇതൊരു റിഡക്റ്റീവ് ആയിട്ടുള്ള ഒരു തത്വശാസ്ത്രമായിട്ട് പലരും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പ്രവർത്തനത്തെ വളരെ പരിമിതപ്പെടുത്തുന്നതായിട്ട് കാണുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ഒരു ഭാഗത്തിന് കൂടുതൽ കർത്തൃത്വമുണ്ട്, മറ്റ് ഭാഗങ്ങളൊന്നും അത്രയൊന്നും പ്രധാനമല്ല എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു മേഖലയാണിത്. പിന്നെ ഇതിന് ശേഷം ഇദ്ദേഹം ഈ ഡെക്കാർത്ത് 17-ാം നൂറ്റാണ്ടിലായിരുന്നു. ഈ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ 17-18 നൂറ്റാണ്ടുകളിലും മറ്റുമൊക്കെ ലീബ്നിറ്റ്സ് എന്നൊരു തത്വചിന്തകൻ, അദ്ദേഹം തത്വചിന്തകൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ഫിസിസിസ്റ്റ് ആയിരുന്നു. പിന്നെ അത് കൂടാതെ മാത്തമാറ്റീഷ്യനായിരുന്നു. പല രീതിയിലുള്ള ഇത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്, സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഒരുപക്ഷെ ലീബ്നിറ്റ്സിനെ മറ്റൊരു രീതിയിൽ പരിചയം ഉണ്ടാവാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ്റെ ചിന്ത, ഹ്യൂമൻ റീസണിങ് എന്ന് പറയുന്നത് മെഷീൻസിലൂടെ സാധ്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയമണ്ഡലത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാദം, ഒരു വളരെ രസകരമായിട്ടുള്ളൊരു വാദമുണ്ട്. 2 പേർ തമ്മിലൊരു വലിയ കലഹത്തിൽ ഏർപ്പെടുന്നു എന്ന് കരുതുക. അപ്പം അവർക്ക് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ എങ്ങനെ പരിഹരിക്കും? അതിനായിട്ട് ലീബ്നിറ്റ്സ് പറയുന്നത് രണ്ടുപേരെടുത്തും ഒരു കഷ്ണം പേപ്പർ എടുത്തിട്ട് ഇതെല്ലാം കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. എഴുതിയും കൂട്ടിയും കുറച്ചുമൊക്കെ കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. കമ്പ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ശരി എന്നുള്ളത് വ്യക്തമാവും. അതോടുകൂടി ആ തർക്കം പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്കൊരു പക്ഷേ ചിന്തിക്കാം. എന്ന് വെച്ചാൽ അഭിപ്രായങ്ങളുടെ തലത്തിൽ വലിയ വ്യത്യാസങ്ങൾ ആളുകൾ തമ്മിലുണ്ടാവാം. അതൊന്നും ഒരുപക്ഷെ കമ്പ്യൂട്ടേഷൻ്റെ മേഖലയിൽ വരുന്ന കാര്യങ്ങളും ആയിരിക്കില്ല. പിന്നെ മറ്റൊരു ചിന്തകൻ തോമസ് ഹോബ്സ് എന്ന ചിന്തകനാണ്. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിവുള്ളതായിരിക്കും. അദ്ദേഹത്തെ പലപ്പോഴും പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഫാദർ എന്നുള്ള രീതിയിലും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിലെ ഒരു വാചകമാണ്, ലെവിയത്താൻ എന്നുള്ള പുസ്തകത്തിലെ ഒരു വാചകമാണ്, റീസണിങ് ഈസ് നത്തിങ് ബട്ട് റെക്കണിങ് എന്ന് പറഞ്ഞാൽ ചിന്ത എന്ന് പറയുന്നത്, റെക്കണിങ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷനാണ്. എന്ന് വെച്ചാൽ കൂട്ടുക, കുറയ്ക്കുക, ഹരിക്കുക, ഗുണിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇതുപോലുള്ള കാര്യങ്ങളുടെ ഒരു ഘടനയിലേക്ക് മനുഷ്യൻ്റെ ചിന്ത എന്നുള്ളത് ആ ഘടനയിൽ ഉൾപ്പെടുന്ന ഒരു സംഗതിയാണ് എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഈ ആശയമണ്ഡലം എന്നുള്ളത് നമുക്കൊരു പക്ഷേ ലളിതമായിട്ട് കാണുകയാണെങ്കിൽ, ഒന്ന്, മനുഷ്യനെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചു. ഒന്ന് കർത്തൃത്വമുള്ള ഭാഗം, അത് മസ്തിഷ്കം, മൈൻഡ് എന്ന് പറയുന്ന ഭാഗം. ഈ മൈൻഡ് എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധ പതിപ്പിച്ചാൽ മതി.
ഈ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, മൈൻഡ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടേഷണൽ മെഷീനാണ്, ഒരു എന്താ പറയുക, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലൂടെ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് എന്ന് ലീബ്നിറ്റ്സും ഹോബ്സും പറയുന്നു. അപ്പോൾ ഈ ഒരു ആശയമണ്ഡലത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ക്യാൻ മെഷീൻസ് തിങ്ക് എന്ന് ചോദിക്കുന്നത്. ഒരുപക്ഷെ ചിന്തിക്കാനുള്ള കെൽപ്പ്, ചിന്തിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് ഒരു ജന്തുവിൽ മാത്രം നിക്ഷിപ്തമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ആശയലോകത്ത് നിന്ന് ചോദിക്കാൻ സാധിക്കാത്തൊരു ചോദ്യമാണ് ക്യാൻ മെഷീൻസ് തിങ്ക് എന്നുള്ളത്. അപ്പം ഇന്ന് ഈ എംബോഡീഡ് കോഗ്നിഷൻ എന്ന് പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ചിന്ത എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ മാത്രം പരിമിതപ്പെട്ടതല്ല. അതിനിപ്പോൾ ബയോളജിക്കലായിട്ട് നോക്കിയാൽ പോലും പല റിഫ്ലക്സുകളും മസ്തിഷ്കത്തിലേക്ക് പോകുന്നില്ല. അത് സ്പൈനൽ കോഡിൽ നിന്ന് തന്നെ റിഫ്ലക്സ് വരുന്നു. ബയോളജിക്കലായിട്ടുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ, അത് കൂടാതെയും നമുക്ക് അങ്ങനെ ചിന്തിക്കാം. അപ്പോൾ ഈ ക്യാൻ മെഷീൻസ് തിങ്ക് എന്നുള്ള ചോദ്യം ഉന്നയിച്ച ആ പ്രബന്ധത്തിൽ ആദ്യ ഖണ്ഡിക നിങ്ങൾക്കൊരു പക്ഷേ എടുത്ത് നോക്കാവുന്നൊരു പ്രബന്ധമാണ്. ഞാൻ ഒരു പക്ഷേ അത് എൻകറേജ് ചെയ്യും. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഷണൽ മെഷീനറി ആൻഡ് ഇൻ്റലിജൻസ് എന്നുള്ളതാണ് ആ പ്രബന്ധം. അത് ധാരാളമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ലഭ്യമാണ്. അതിൻ്റെ ആദ്യത്തെ ഖണ്ഡിക, അല്ലെ 2 ഖണ്ഡിക മാത്രം വായിച്ചാൽ മതി. അപ്പോൾ അതിൽ ആദ്യത്തെ ഖണ്ഡികയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യന്ത്രങ്ങൾക്ക് ചിന്തിക്കാനാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അതിനുശേഷം ഇതിനെങ്ങനെ ഞാൻ ഉത്തരം കണ്ടെത്തും എന്ന് അദ്ദേഹം വ്യാകുലപ്പെടുന്നു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം തന്നെ ചിന്തിക്കുന്നു, ഞാനൊരു കാര്യം ചെയ്യാം, കുറേ പേർക്ക് ഒരു സർവേ നടത്താം, ഒരു പക്ഷേ എല്ലാവരോടും ചോദിക്കാം, നിങ്ങൾ യന്ത്രങ്ങൾ ചിന്തിക്കുമോ ഇല്ലയോ, യെസ് ഓർ നോ എന്ന ഉത്തരം പറയുക. എന്നിട്ട് കൂടുതൽ പേർ യെസ് ആണ് ഉത്തരം പറയുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമായല്ലോ. പക്ഷേ ആ തീരുമാനത്തിലൊന്നും ഒരു കാര്യമില്ലല്ലോ എന്ന് അദ്ദേഹം പിന്നീട് വ്യാകുലപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് എന്തെങ്കിലും മെഷീൻസ് പെട്ടെന്ന് ചിന്തിക്കുമെന്ന് കരുതാനാവില്ലല്ലോ. അപ്പോൾ അദ്ദേഹം അത് അവിടെ ഉപേക്ഷിക്കുന്നുണ്ട്. ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ അദ്ദേഹം അത് ഉപേക്ഷിക്കുന്നുണ്ട്. ഈ ചോദ്യം ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുന്നു. ആ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, യന്ത്രങ്ങൾക്ക് ഒരു ചിന്തയുടെ ഔട്ട്പുട്ടുകൾ എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഔട്ട്പുട്ടുകൾ സൃഷ്ടിക്കാനാകുമോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരുപക്ഷെ ചിന്തയുടെ ചിന്തയിലൂടെ മാത്രം വരാൻ സാധ്യതയുള്ള ചില ഔട്ട്പുട്ടുകൾ യന്ത്രങ്ങളിലൂടെ സാധ്യമാകുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു സംഗതിയാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹം അതിനെ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് വിളിച്ചിട്ടില്ല, ആ പേപ്പറിൽ എങ്ങും വിളിച്ചിട്ടില്ല. ആ പേപ്പറിൽ വിളിക്കുന്നത് അനുകരണ മത്സരം എന്നുള്ളതാണ്, ഇമിറ്റേഷൻ ഗെയിം എന്നാണ് വിളിക്കുന്നത്. ആ ഇമിറ്റേഷൻ ഗെയിം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു വ്യക്തി നമ്മളാണെന്ന് കരുതുക, ഞാൻ എന്ന വ്യക്തി ഒരു കർട്ടൻ അപ്പുറത്തേക്ക്, ഒരു തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് ഒരു ആളോട് സംവദിക്കുന്നു. ആ ഒരു സംഭാഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു ചോദ്യം കൊടുക്കുന്നു, ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു, അതിനുള്ള ഉത്തരം ടൈപ്പ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നു. അതിൻ്റെ അപ്പുറത്ത്, ആ കർട്ടൻ അപ്പുറത്തുള്ളത് ഒരു യന്ത്രമാണോ ഒരു മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ഉത്തരങ്ങൾ ശേഖരിച്ചുകൊണ്ടും മറ്റുമൊക്കെ അത് അപ്പുറത്തുള്ള യന്ത്രമാണോ മനുഷ്യനാണോ എന്ന് നിർണ്ണയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ യന്ത്രത്തിൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ അപ്പുറത്തിരിക്കുന്നൊരു മനുഷ്യനെ താനൊരു മനുഷ്യനാണെന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക. അത് ഞാൻ പറഞ്ഞു വന്നപ്പോൾ കുറച്ച് വളഞ്ഞെരിഞ്ഞു പോയെന്ന് തോന്നുന്നു. പക്ഷേ അതേസമയം ഒരു യന്ത്രം പ്രവർത്തിക്കുമ്പോൾ, സംഭാഷണത്തിലൂടെ ഒരു മനുഷ്യനിൽ താനൊരു യന്ത്രമല്ല മനുഷ്യനാണ് എന്ന പ്രതീതി ജനിപ്പിക്കുക എന്നുള്ളതാണ് ഈ ട്യൂറിംഗ് ടെസ്റ്റ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ പ്രതീതി ജനിപ്പിക്കുന്ന ഒരു യന്ത്രമുണ്ടെങ്കിൽ ആ യന്ത്രം വിജയിച്ചു എന്ന് കരുതാം. ഇന്ന് നമ്മൾ ഈ ചാറ്റ് GPT കാലത്ത് ഇത്തരം കാര്യങ്ങൾ വീണ്ടും ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ചാറ്റ് GPT ട്യൂറിംഗ് ടെസ്റ്റ് വിജയിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ചാറ്റ് GPT ട്യൂറിംഗ് ടെസ്റ്റ് വിജയിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ചാറ്റ് GPTയോട് സംവദിക്കുമ്പോൾ നമുക്ക് അപ്പുറത്തൊരു മനുഷ്യനാണെന്ന് മാത്രമേ കരുതാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പം ഈ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇമിറ്റേഷൻ ഗെയിം, അല്ലെങ്കിൽ ഇമിറ്റേഷൻ ഗെയിം എന്നുള്ളതാണ് ട്യൂറിംഗ് അവിടെ അതിന് പേര് നൽകിയത്. ആ ഇമിറ്റേഷൻ ഗെയിമിനെ പിന്നീട് ഈ നിർമ്മിത ബുദ്ധിയുടെ സ്കോളേഴ്സ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് വിളിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇന്നിപ്പോൾ ഈ നിർമ്മിത ബുദ്ധി വിജയിച്ചോ എന്നുള്ള ചോദ്യത്തിന്, നിർമ്മിത ബുദ്ധി എത്രത്തോളം എത്തി, നിർമ്മിത ബുദ്ധിയുടെ പുരോഗതി എത്രത്തോളം എത്തി എന്നുള്ളതിൻ്റെ ഒരു പ്രധാന മാനദണ്ഡമായിട്ട് കണക്കാക്കുന്നത് ഇന്നത്തെ നിർമ്മിത ബുദ്ധിക്ക് ട്യൂറിംഗ് ടെസ്റ്റിൽ വിജയിക്കാനാകുമോ എന്നുള്ളതാണ്. പക്ഷേ അതേസമയം ട്യൂറിംഗ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, ട്യൂറിംഗ് അത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ട്യൂറിംഗ് ക്യാൻ മെഷീൻസ് തിങ്ക്, യന്ത്രങ്ങൾക്ക് ചിന്തിക്കാനാകുമോ എന്നുള്ള ചോദ്യം ആദ്യത്തെ പാരഗ്രാഫിൽ ഉപേക്ഷിക്കുകയാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ യന്ത്രങ്ങൾക്ക് ചിന്തയുടെ പ്രതീതി ജനിപ്പിക്കാമാകുമോ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയും രണ്ടാമതൊരു ചോദ്യം ഉന്നയിക്കുകയും അതിനുള്ള ഉത്തരമായിട്ടാണ് ട്യൂറിംഗ് ടെസ്റ്റ് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ചിന്തയുടെ ഒരു മാനദണ്ഡമായിട്ട്, ചിന്തയുടെ നിലവാരത്തിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നമ്മളിന്ന് കണക്കാക്കുന്നു. അപ്പോൾ ട്യൂറിംഗ് പിന്നീട് 1952 മരിക്കുകയാണ്. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരു 2-3 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ കുറച്ച്
മാത്തമാറ്റീഷ്യൻസ്, അന്നത്തെ ഗണിതശാസ്ത്രജ്ഞരാണ്, ജോൺ മെക്കാർത്തി, മാർവിൻ മിൻസ്കി, ക്ലൗഡ് ഷാനൺ മുതലായവരും വേറെ മറ്റു ചിലരും എല്ലാവരും കൂടി ഒരു പുതിയൊരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് അവർ ഫണ്ടിങ് ചോദിക്കുകയാണ്. ആ ഫണ്ടിങ് ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വി പ്രപ്പോസ് ദാറ്റ് എ 2-month 10-man സ്റ്റഡി ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബി ക്യാരിഡ് ഔട്ട് ഡ്യൂറിങ് ദ സമ്മർ ഓഫ് 1956. ഈ 1956 വേനൽക്കാലത്ത് ന്യൂ ഹാംഷയർ എന്ന് പറഞ്ഞ പട്ടണത്തിൽ നടന്ന വർക്ക്ഷോപ്പിൻ്റെ പേര് ഇന്നറിയപ്പെടുന്ന ഡാർത്മൗത്ത് വർക്ക്ഷോപ്പ് എന്നാണ്. ഈ ഡാർത്മൗത്ത് വർക്ക്ഷോപ്പാണ് നിർമ്മിത ബുദ്ധിയുടെ ജനന സ്ഥലം എന്ന് ഇന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ ശരിയാണ്. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള പേര് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആ വർക്ക്ഷോപ്പിൽ വെച്ചാണ്. അപ്പം നമ്മൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കുറേ പേര് കൂടിച്ചേരുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ നിർമ്മിത ബുദ്ധിയെ കൃത്രിമ ചിന്ത എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇങ്ങനൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കേണ്ടത് ആരായിരിക്കാം എന്ന് നമുക്ക് ആലോചിക്കാം. അങ്ങനൊരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കേണ്ടത് ഒരുപക്ഷെ കോഗ്നേറ്റീവ് സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടാം, ബയോളജിസ്റ്റുകളുണ്ടാവാം, ന്യൂറോ സയൻറ്റിസ്റ്റുകളുണ്ടാവാം. എന്ന് വെച്ചാൽ ചിന്ത എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലാണ് എന്നുള്ള ഡെക്കാർത്തിയൻ അല്ലെങ്കിൽ കാർത്തീസിയൻ ചിന്തയുടെ പശ്ചാത്തലത്തിൽ പോലും ആണെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുള്ളൂ. പക്ഷേ ഇവരങ്ങനെയല്ല ചെയ്തത്. ഇവർ ഫണ്ടിങ്ങിനായിട്ട് അപേക്ഷിച്ചത് റോക്കഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിൻ്റെ ബയോളജിക്കൽ സയൻസസ് ഡിവിഷനിലാണെങ്കിൽ പോലും അവർ ഗണിതശാസ്ത്രജ്ഞരെ മാത്രമാണ് കൂടുതലായിട്ട് 1-2 പേരുണ്ടായിരുന്നു. അതല്ലാതെ കൂടുതലായിട്ട് ഗണിതശാസ്ത്രജ്ഞരെ മാത്രമാണ്, എഞ്ചിനീയർമാരെ മാത്രമാണ് ഈ വർക്ക്ഷോപ്പിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ 1956 ആകുമ്പോൾ ട്യൂറിംഗ് ടെസ്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഈ കൃത്രിമ ചിന്ത എന്നുള്ള ചിന്താ പദ്ധതി ഒരു കേവലം ഗണിത എഞ്ചിനീയറിംഗ് പ്രോജക്റ്റായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയേണ്ടത്. അപ്പോൾ അതിനെ ഒരുപക്ഷെ മറ്റൊരു രീതിയിലും കാണാവുന്നതാണ്. ഈ ട്യൂറിംഗ് ടെസ്റ്റ് ഞാൻ ഒന്നുകൂടെ അതിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മളൊരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിന് വളരെ കൃത്യമായ നിലവാരത്തിൻ്റെ മാനദണ്ഡങ്ങളുണ്ട്. നമ്മളൊരു വിമാനം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വിമാനം എത്ര നേരം ഉയർന്ന് പറക്കും, എത്ര ഉയരത്തിൽ പറക്കും, എത്ര നേരം പറക്കും, ഇതുപോലുള്ള സംഗതി, എത്ര ആളെ കയറ്റി പറക്കും എന്നൊക്കെയുള്ള രീതിയിൽ വളരെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള, വളരെ അളക്കാൻ പറ്റുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ഈ കൃത്രിമ ചിന്ത, മനുഷ്യനെ പോലെ ചിന്തിക്കുന്ന യന്ത്രം എന്ന് പറഞ്ഞാൽ അതിന് അളക്കാൻ മാനദണ്ഡമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അളക്കാനുള്ള ഒരു മാനദണ്ഡം ഇല്ലാത്തൊരു ചിന്തയെ അളക്കാൻ പറ്റുന്ന ഒരു മേഖലയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഒരുപക്ഷെ ട്യൂറിംഗ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് കണക്കൂട്ടാം. ഒരാളെ പറ്റിക്കാനാകുമോ, എന്നൊരു യന്ത്രത്തിന് ഒരു മനുഷ്യനാണെന്ന് തോന്നിപ്പിക്കാനാകുമോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ മാനദണ്ഡം. അതിലൊരു പൂർണ്ണമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് അല്ല. എന്ന് വെച്ചാൽ ഒരാളെ ചിലപ്പോൾ പറ്റിക്കാനായേക്കും, മറ്റൊരാളെ ചിലപ്പോൾ പറ്റിക്കാനായില്ലെന്ന് വരാം. പക്ഷേ എന്നാലും ആ കൃത്രിമ ചിന്ത എന്നുള്ളതിനെ ഒരു വളരെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയിൽ നിന്ന് ഒരല്പമെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് മേഖലയിലേക്ക്, ആ വർണ്ണരാജിയിൽ ഒരല്പം ക്വാണ്ടിറ്റേറ്റീവിൻ്റെ വശത്തേക്ക് എത്തിക്കാനായിട്ട് ഈ ട്യൂറിംഗ് ടെസ്റ്റിന് കഴിഞ്ഞിരുന്നു. ആ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരുപക്ഷെ 1956 ഈ വർക്ക്ഷോപ്പ് വന്നത് എന്ന് പറയാം. ഈ 1956 വർക്ക്ഷോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം ഒരൊറ്റ കാര്യം: ബുദ്ധിപരം എന്ന് തോന്നിപ്പിക്കാൻ പര്യാപ്തമായ സാങ്കേതിക പാതകൾ നിർമ്മിക്കുക. എന്ന് വെച്ചാൽ ട്യൂറിംഗ് ടെസ്റ്റിൽ വിജയിക്കണമല്ലോ. ട്യൂറിംഗ് ടെസ്റ്റിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപരം എന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം. ബുദ്ധിപരം ആവണമെന്നില്ല, അതാണ് ട്യൂറിംഗ് ടെസ്റ്റ്. അവിടെ ട്യൂറിംഗ് ടെസ്റ്റിന് ആ രീതിയിൽ, ട്യൂറിംഗ് ടെസ്റ്റിന് വളരെ പരിമിതമായിട്ടുള്ളൊരു ഒരു ഘടനയാണുള്ളത്. ബുദ്ധിപരം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണം. അപ്പോൾ ചിലർക്ക് ബുദ്ധിപരമെന്ന് തോന്നിപ്പിക്കുകയും ചിലർക്ക് ബുദ്ധിപരമെന്ന് തോന്നിപ്പിക്കാതിരുന്നിട്ടും കാര്യമില്ല. ട്യൂറിംഗ് ടെസ്റ്റിൽ പൂർണ്ണമായിട്ട് വിജയിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരെയും എല്ലാവർക്കും ബുദ്ധിപരമെന്ന് തോന്നിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ സാങ്കേതിക വിദ്യയായിട്ട് ആശയവിനിമയം നടത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നണം അതിനപ്പുറത്ത് ഒരു മനുഷ്യനാണെന്ന് തോന്നണം. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പാതകൾ കണ്ടെത്തുക എന്നുള്ളതാണ് 1956 ആ വർക്ക്ഷോപ്പിൽ പ്രധാനമായിട്ടും ചർച്ചകൾ നടന്നതെന്ന് അതിലെ രേഖകൾ സൂചിപ്പിക്കുന്നു. അതിലൂടെ കണ്ടെത്തപ്പെട്ട ഒരു പാതയാണ് നിയമാവലികൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സിസ്റ്റമാണ് എലിസ എന്ന് പറയുന്ന ഒരു ചാറ്റ് ബോട്ട്. അപ്പോൾ നിയമാവലികൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ഒരു കാറ് സ്റ്റാർട്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരുപക്ഷെ എന്ന് വെച്ചാൽ ബോണറ്റ് തുറന്ന് നോക്കും. ഒരു ഏതാണ്ട് രഞ്ജി പണിക്കർ സിനിമയിൽ പറയുന്ന പോലെ നമുക്ക് പലർക്കും അത്രയും മാത്രമേ അറിയുള്ളൂ. പക്ഷേ അതേസമയം ഒരു മെക്കാനിക് ആണെന്നുണ്ടെങ്കിൽ ബോണറ്റ് തുറന്ന് നോക്കും, അതിൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കും. ഇതുപോലുള്ള ഒരു കാർ സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ ബോണറ്റ് തുറക്കുക, വെള്ളം ഉണ്ടോ എന്ന് നോക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു മെക്കാനിക്കിൻ്റെ ഒരു
ആ മെക്കാനിക്കിൻ്റെ ആ മേഖലയെക്കുറിച്ചുള്ള ധാരണകളെ, ആ മേഖലയെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെ ഈ നിയമാവലികളായിട്ട് നിയമം എന്ന് വെച്ചാൽ നിയമം ലീഗൽ എന്നുള്ള രീതിയിലുള്ള നിയമമല്ല, ഒരു നിർദ്ദേശത്തിൻ്റെ ഘടനയിൽ അല്ലെങ്കിൽ ഒരു അൽഗോരിതത്തിൻ്റെ ഘടനയിലേക്ക് നമുക്ക് പരിവർത്തനം ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരു പ്രശ്നം സംഭവിച്ചാൽ ഇത് ചെയ്യാം, ഇത് ചെയ്തിട്ട് അത് ചെയ്തിട്ട് ഒരു പക്ഷേ വെള്ളം ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നമല്ല, മറ്റെന്തോ പ്രശ്നമാണ്, അതിലേക്ക് നോക്കുക. അങ്ങനെയുള്ള രീതിയിലും മറ്റുമൊക്കെ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാലും ആദ്യം പനിയാണ്, 5 ദിവസമായിട്ട് പനിയാണ്, എന്നാൽ പിന്നെ ശരി ഞാൻ രക്തപരിശോധന ചെയ്യൂ എന്ന് പറയും. 3 ദിവസമാണ് പനി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. ഇങ്ങനെയുള്ള നമുക്ക് ഈ വളരെ വളരെ സങ്കീർണമായ പരിജ്ഞാനത്തെ നിയമാവലികളുടെ രൂപത്തിൽ നമുക്ക് എഴുതാം എന്നുള്ളതാണ് അന്നത്തെ ഈ നിർമ്മിത ബുദ്ധിയുടെ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിച്ചിരുന്ന കുറേ പേര് ചിന്തിച്ചിരുന്നത്. അപ്പോൾ അതിലൂടെ നിർമ്മിക്കപ്പെട്ട ഒരു സിസ്റ്റമാണ് എലിസ എന്ന് പറയുന്ന സിസ്റ്റം. എലിസ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എവർ ചാറ്റ് ബോട്ട് എന്നാണ് പറയും. അപ്പം അത് ജോസഫ് വൈസൻബോം എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ് ഈ നിർമ്മിച്ചത്. അതിൽ റൊജേറിയൻ സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് ഈ എലിസ പ്രവർത്തിക്കുന്നത്. റൊജേറിയൻ സൈക്കോതെറാപ്പി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അതിനെ അഭിസംബോധന ചെയ്യാൻ ഏറ്റവും കെൽപ്പുള്ള ആൾ. ഒരു കൗൺസിലർ പറയും, കൗൺസിലറോട് നിങ്ങൾ എന്ന് പറയാണ്, എനിക്ക് വലിയ ആങ്സൈറ്റി ഉണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ആങ്ഷ്യസ് ആയിട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പം ഇന്ന പ്രശ്നം കൊണ്ടാണ്, ഇന്ന പ്രശ്നം എന്തുകൊണ്ട് നിങ്ങളെ എങ്ങനെ ചിന്തിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനെയൊക്കെ നിയമാവലിയിൽ വളരെ പെട്ടെന്ന് ഇതാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം ഐ ആം ഫീലിംഗ് എക്സ് എന്ന് ചോദിച്ചാൽ ഹൗ ലോങ് ഹാവ് യു ബീൻ ഫീലിംഗ് എക്സ് എന്ന് ചോദിച്ചാൽ മതി തിരിച്ച്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയുള്ള 600ഓളം നിയമങ്ങൾ, 600ഓളം അൽഗോരിതങ്ങൾ, ഇഫ് എൽസ് ക്ലോസ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക എന്നുള്ള രീതിയിൽ, ഇങ്ങനൊരു ചോദ്യം വരികയാണെങ്കിൽ ഇങ്ങനെ ഉത്തരം പറയുക എന്നുള്ള രീതിയിലും മറ്റുമൊക്കെ ക്രമീകരിക്കപ്പെട്ട ഒരു സാങ്കേതികവിദ്യയാണ് എലിസ എന്ന് പറയുന്ന സാങ്കേതികവിദ്യ. പിന്നെ ഈ AI മേഖലയെക്കുറിച്ച് മറ്റുമൊക്കെ കുറച്ച് വിമർശനപരമായിട്ട് കണ്ടിട്ടുള്ള ഒരു ഡഗ്ലസ് ഹോഫ്സ്റ്റാറ്റർ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത്, ഇങ്ങനെ സങ്കീർണമായ നിയമാവലികളിലൂടെ നിർമ്മിച്ചെടുത്ത ഒരു യന്ത്രത്തെ എപ്പോഴും മനുഷ്യൻ ഒരുപക്ഷെ ചിന്തിക്കുന്ന യന്ത്രമായിട്ട് കണക്കാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇപ്പം എന്താ പറയുക, നമ്മുടെ തന്നെ അനുഭവ മണ്ഡലത്തിലും മറ്റുമൊക്കെ അതൊരു പക്ഷേ വ്യക്തമായിരിക്കാം. എന്ന് വെച്ചാൽ ഒരു വളരെ സങ്കീർണമായിട്ടുള്ളൊരു നിർദ്ദേശം നമ്മളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒക്കെ ആരോ ചിന്തിച്ചുണ്ടാക്കിയതാണ് എന്നുള്ള ഇത് വരാം. നമുക്കിപ്പോൾ IT ഇതിനെക്കുറിച്ച് മറ്റുമൊക്കെ എന്തെങ്കിലും ഒരു ചോദ്യം വരികയാണെന്നുണ്ടെങ്കിൽ അത് ആരോ ഒരു വ്യക്തി ചെയ്താണെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷേ ചിലപ്പോൾ ഒരു അൽഗോരിതം ചെയ്തതായിരിക്കാം റൂൾസ് വെച്ചിട്ട്. അപ്പോൾ എങ്ങനെ റൂൾസ് എന്ന് വെച്ചാൽ നിയമങ്ങൾ എന്നുള്ള രീതിയിൽ, റൂൾസ് എന്നുള്ളതിന് ഒരു പക്ഷേ മറ്റൊരു മലയാള പദമായിരിക്കും കൂടുതൽ നിയോജ്യം. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല, അതുകൊണ്ട് നിയമാവലി എന്ന് പറയാം. ആ നിയമാവലികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയായിരുന്നു എലീസ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള നിയമാവലി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഡീപ്പ് ബ്ലൂ എന്ന് പറയുന്നത്. അത് അന്നത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്ററിനെ തോൽപ്പിക്കുകയുമുണ്ടായി 1997. ഇതൊരു വലിയ വാർത്തയായിരുന്നു, നിങ്ങൾ ചിലരെങ്കിലും ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് ഒന്നാമത്തെ കാര്യം, വളരെ ആഴത്തിലുള്ള പരിജ്ഞാനത്തെ നിയമങ്ങളുടെ രൂപത്തിൽ അവതരിപ്പിക്കുക, നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ നിർമ്മിക്കുക എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു പാതയുണ്ട്. ആ രണ്ടാമത്തെ പാതയിലേക്ക് കടക്കാനായിട്ട് നമുക്കൊരു ഉദാഹരണം ഉപയോഗിക്കാം. ഒന്ന്, ഒരു തെർമോമീറ്റർ. ഈ തെർമോമീറ്റർ എന്ന് പറയുന്ന ഒരു ചിന്തിക്കുന്ന ഒരു ഉപകരണമാണോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്നും അല്ലെന്നേ പറയും. എന്താണെന്ന് വെച്ചാൽ തെർമോമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ രസം ഉണ്ടാവുമായിരിക്കും, അതിൻ്റെ അളവനുസരിച്ചിട്ട് മറ്റുമൊക്കെ നമുക്ക് അപ്പോഴുള്ള താപനില, ഒരു ആംബിയൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കണ്ടെത്താൻ സാധിച്ചേക്കും. ഈ തെർമോമീറ്റർ അത്രേ ചെയ്യുന്നുള്ളൂ. വളരെ ലളിതമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. അതിൽ പ്രത്യേകിച്ച് എന്താ പറയുക, ഇൻ്റലിജൻസോ അങ്ങനെ എന്തെങ്കിലും ചിന്തയോ ഒന്നും ഉണ്ടെന്ന് കരുതേണ്ടതില്ല. പക്ഷേ ഈ തെർമോമീറ്ററിനെ ഒരു വളരെ ചെറിയ ഒരു നിയമഘടനയിലോ അല്ലെങ്കിൽ നിയമാവലിന്നോ ഇഫ് എൽസ് ക്ലോസ് എന്നോ മറ്റൊക്കെ പറയാം. എന്ന് വെച്ചാൽ ഇപ്പം താപനില 20 മീതെ ആവുകയാണെന്നുണ്ടെങ്കിൽ AC പ്രവർത്തിപ്പിക്കുക എന്നുള്ള രീതിയിൽ ക്രമീകരിക്കുക. ഇതുപോലുള്ള തെർമോസ്റ്റാറ്റുകൾ എന്ന് ഇതിനെ പറയും. തെർമോസ്റ്റാറ്റുകൾ നിരവധിയായിട്ട് നമ്മുടെ ഇതിലുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ AC തെർമോസ്റ്റാറ്റ് ഉണ്ട്, മൈക്രോവേവിൽ തെർമോസ്റ്റാറ്റ് ഉണ്ടാവാം, നിരവധിയായിട്ടുള്ള ഇതിൽ. ഇപ്പോൾ നമ്മുടെ വാഷിംഗ് മെഷീനിൽ പോലും ഒരു പക്ഷേ ചൂട് നിയന്ത്രിക്കുന്ന മറ്റൊക്കെ തെർമോസ്റ്റാറ്റ് വെച്ചിട്ടാവാം. അപ്പോൾ ഇങ്ങനെ ഒരു തെർമോസ്റ്റാറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു താപനിലയ്ക്ക് മീതെ പോയാൽ എയർ കണ്ടീഷൻ ഓൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു താപനിലയ്ക്ക് താഴെ പോയി കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരമൊരു ഘടനയ്ക്ക്
ഒരു ഒരു ചിന്തിക്കുന്ന ഒരു യന്ത്രത്തിൻ്റെ പ്രതീതി ജനിപ്പിക്കാൻ സാധിക്കും എന്ന് ഈ 1956 ഡാർട്ട്മൗത്ത് വർക്ക്ഷോപ്പിൻ്റെ സംഘാടകനായിട്ടുള്ള ജോൺ മെക്കാർത്തി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു പേപ്പർ എഴുതുന്നുണ്ട്, ദ ലിറ്റിൽ തോട്ട്സ് ഓഫ് തിങ്കിങ് മെഷീൻസ് എന്നുള്ളതാണ് ആ പേപ്പർ. ആ പേപ്പറിൽ പറയുന്നത് എന്ന് വെച്ചാൽ 1980-കളിലാണ് അദ്ദേഹം എഴുതുന്നത്. ആ സമയത്താണ് ATMകളൊക്കെ വന്നു തുടങ്ങുന്നത് അമേരിക്കയിൽ. അപ്പോൾ നമ്മളൊരു ATM ചെന്ന് കാശ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ATMന് ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ഈ ഇടപാട് സ്വീകരിക്കണോ വേണ്ടയോ, ഈ ഇടപാട് നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് ATMന് ഒരു ബിലീഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വാചാലനായിട്ട് ഇങ്ങനൊരു പ്രബന്ധം എഴുതുന്നുണ്ട്. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് തോന്നും. എന്ന് വെച്ചാൽ പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ അപ്പോൾ വളരെ ഒരു സെൻസ് ചെയ്യുക, എത്ര സെൻസ് ചെയ്യുക എന്ന് വെച്ചാൽ അന്തരീക്ഷത്തിലെ താപനില സെൻസിങ് മാത്രമല്ല, മറ്റെന്തെങ്കിലും അന്തരീക്ഷത്തിലെ ഒരു പക്ഷേ മറ്റു കാര്യങ്ങൾ, ഈർപ്പതോത് സെൻസ് ചെയ്യുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വെളിച്ചം സെൻസ് ചെയ്യുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മളൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ പല സ്ഥലങ്ങളിലും നമ്മളൊരു ഒഴിഞ്ഞ ഒരു സ്ഥലത്തോട്ട് രാത്രി പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ലൈറ്റ് കത്തും. അവിടെ എന്തെങ്കിലും ഒരു കാർഷിക മറ്റം ഉണ്ടാവും, അതിൻ്റെ മുമ്പിലൊരു സെൻസിങ് ലൈറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എന്തോ ഒരു പോകുമ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ പലപ്പോഴും വീടുകളുടെ ഇതിൽ വെക്കുന്നത് ഈ എന്താ പറയുക, കള്ളന്മാരെ മറ്റുമൊക്കെ പിന്തിരിപ്പിക്കാനാണ്. അവർ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ലൈറ്റ് കത്തുമ്പോഴത്തേക്കും എന്തോ ഒരു സംഗതി ഉണ്ട് എന്നുള്ള രീതിയിൽ മറ്റുമൊക്കെ എപ്പോഴും ലൈറ്റ് കത്തിക്കൊണ്ടിരുന്ന അങ്ങനെ ഒരു സംഗതി വരില്ല. അപ്പോൾ ആ രീതിയിൽ മനുഷ്യനെ ഒരു പക്ഷേ പറ്റിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഘടനയുണ്ട് ഇങ്ങനെയുള്ള സെൻസിങ് മെക്കാനിസത്തിന് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ന് ഈ സ്മാർട്ട് ഹോം എന്ന് പറയുന്നൊരു മേഖലയുണ്ട്. ഈ സ്മാർട്ട് ഹോം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്ത് ഫുൾ സെൻസറുകളാണ്. താപനില നിരീക്ഷിക്കും, ലൈറ്റ് നിരീക്ഷിക്കും, അല്ലെങ്കിൽ വെളിച്ചം നിരീക്ഷിക്കും, വെളിച്ചമല്ല പിന്നെ ഒരു പക്ഷേ പ്രഷർ നിരീക്ഷിക്കും. ഇതുപോലുള്ള കാര്യങ്ങൾ പലതും ഇങ്ങനെ സങ്കീർണമായിട്ട് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ IoT എന്ന് പറയുന്നത്, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നൊക്കെ പറയും. സ്മാർട്ട് ഹോം എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു അതുൾപ്പെടുന്ന മേഖലയിൽ പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ മനുഷ്യനെ പറ്റിക്കാൻ, മനുഷ്യനെ യന്ത്രം ചിന്തിക്കുന്നുണ്ടെന്ന് കരുതാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു സാങ്കേതിക പാത്വയാണ്. അത് ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് പരിണാമമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാം. ഈ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണല്ലോ. നമ്മൾ ഈ കോവിഡ് കാലത്ത് മറ്റുമൊക്കെ ഈ ടേസ്റ്റ് പോയപ്പോൾ നമുക്ക് വല്ലാത്തൊരു പ്രശ്നം തോന്നിയല്ലോ, ഒരു പരവേശം. അപ്പോൾ ഇന്ദ്രിയങ്ങളും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധം, അതാണ് ഇവിടെ ചൂഷണം ചെയ്യുന്നതെന്ന് കരുതാം. യന്ത്രങ്ങൾ ആ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ഒരു പരിധിവരെയൊക്കെ ഏറ്റെടുക്കുമ്പോൾ അത് മനുഷ്യനെ പോലെ തോന്നിപ്പിക്കുന്ന പ്രവർത്തനമായിട്ട് നമ്മൾ കരുതുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് കരുതാം. രണ്ട് കാര്യങ്ങൾ: ഒന്ന് സങ്കീർണമായ നിയമാവലികൾ, രണ്ട് എന്തെങ്കിലും അളന്ന് പ്രവർത്തിക്കുന്ന യന്ത്ര സംവിധാനങ്ങൾ. ഈ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ട് മേഖലകളിലൂടെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ട്യൂറിംഗ് ടെസ്റ്റിൽ വിജയിക്കാൻ സാധിക്കുന്ന രീതിയിൽ എത്തിയേക്കാം എന്നുള്ളതാണ് അന്ന് 1960-കളിലും 70-കളിലും 80-കളിലും ഉൾപ്പെടെ നിർമ്മിത ബുദ്ധി ആ രീതിയിലാണത് പ്രവർത്തിച്ചത്. ഇപ്പോൾ ഈ സങ്കീർണ നിയമാവലികൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ സങ്കീർണമാണെന്നുണ്ടെങ്കിൽ മനുഷ്യൻ എക്കാലത്തും പറ്റിക്കപ്പെടും എന്നുള്ള രീതിയിൽ ഡഗ്ലസ് ഹോഫ്സ്റ്റാറ്റർ പറയുന്നുണ്ട്. അതൊരു പരിണാമപരമായിട്ടുള്ളൊരു ട്രെയ്റ്റ് ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ നമ്മൾ എഴുതി തയ്യാറാക്കുന്ന പ്രോഗ്രാമുകളാണ്. സങ്കീർണ നിയമാവലിയാണെങ്കിലും അത് എഴുതി തയ്യാറാക്കുന്നു, അതനുസരിച്ച് യന്ത്രം പ്രവർത്തിക്കുന്നു. അളന്ന് പ്രവർത്തിക്കുന്നതാണെങ്കിലും ഈ താപനില ഇതിൽ കൂടുതലാണെങ്കിൽ ഇത് ചെയ്യണം എന്ന് നമ്മൾ എഴുതി തയ്യാറാക്കുന്നു. ഇതെല്ലാം പ്രോഗ്രാമിംഗ് പോലെയാണ്, അൽഗോരിതം എന്നൊക്കെ പറയും. ഇത് നിർദ്ദേശങ്ങളുടെ ഒരു ശ്രേണി, ഒരു പട്ടിക, അതിനനുസരിച്ച് മുകളിൽ നിന്ന് താഴോട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ് ഈ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഒരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും യന്ത്രങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഹാൻസ് മൊറാവെക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ വ്യാകുലപ്പെടുന്നുണ്ട്. 1980-കളിലാണ്, 89-ലും മറ്റൊക്കെയാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് എഴുതുന്നത്. അദ്ദേഹം പറയുന്നത് വളരെ ലളിതമായിട്ട് മനുഷ്യന് തോന്നുന്ന പല കാര്യങ്ങളും ഇത്തരം ഭയങ്കര സങ്കീർണമായ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം വ്യാകുലപ്പെടുന്നത്. ഇന്നും ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ പറയും എന്ന് വെച്ചാൽ ഡിഷ് വാഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഷ് വാഷ് ചെയ്യുന്ന രീതിയിലല്ല അത് പ്രവർത്തിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം വളരെ കാര്യക്ഷമമാണ്, അതുപോലുള്ള ആ രീതിയിൽ അതിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇന്നും ഒരു പക്ഷേ ഈ ഷർട്ട് അയൺ ചെയ്യാനുള്ള ഒരു യന്ത്രമില്ലാത്തതും മനുഷ്യൻ്റെ വളരെ ഫൈൻ മോട്ടോർ സ്കിൽസ്, വളരെ ഒരു പെർസെപ്ഷൻ ആൻഡ് മൊബിലിറ്റി എന്നാണ് ഹാൻസ് മൊറാവെക് പറയുന്നത്. പെർസെപ്ഷൻ, മനുഷ്യൻ പെട്ടെന്ന് ഇത് ചെയ്ത് വളരെ വളരെ ചടുലമായ നീക്കങ്ങളിലൂടെ മറ്റൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ആ രീതിയിലുള്ള പെർസെപ്ഷൻ മൊബിലിറ്റി എന്ന് പറയുന്നത് ഈ സങ്കീർണമായ യന്ത്രങ്ങളിലൂടെ സാധിക്കുന്നില്ലല്ലോ എന്ന് അദ്ദേഹം അന്ന് വ്യാകുലപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിന് മറ്റൊരു പശ്ചാത്തലം പറയാവുന്നത് മൈക്കിൾ പൊളാൻകി എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യനും തത്വശാസ്ത്രജ്ഞനുമായിട്ടുള്ള ഒരാൾ പറയുന്നത് മനുഷ്യൻ്റെ ചിന്തയെക്കുറിച്ചും മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തുന്നത് മനുഷ്യനുള്ളത് ഒരു ടാസിറ്റ് നോളജ് എന്ന് പറയുന്ന ഒരു നോളജ് ഉണ്ടെന്ന്. നമുക്ക്
ചെയ്യാൻ കഴിയുന്നതിലും കൂടുതൽ നമുക്കറിയാം, അല്ല നമുക്ക് പറയാൻ കഴിയുന്നതിലും കൂടുതൽ നമുക്കറിയാം എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത്, നമുക്കൊരു പക്ഷേ ഒരു കുട്ടിയോട് എങ്ങനെയാണ് സൈക്കിൾ ഓടിക്കുക എന്നുള്ള പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല, പക്ഷെ നമുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അത് ആ കുട്ടി ഒരു പക്ഷേ അത് കണ്ട് മനസ്സിലാക്കി ചെയ്യണം. എന്ന് വെച്ചാൽ ഇങ്ങനെ വീഴരുത് എന്നുള്ളതാണ് ലക്ഷ്യം, വീഴരുത് എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമുക്കൊരു പക്ഷേ ഒരു ചിത്രം എടുത്തിട്ട് ആ ചിത്രത്തിലൊരു പൂച്ചയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ പെട്ടെന്ന് ഒരു സെക്കൻഡ് പോലും വേണ്ട, നമുക്ക് കണ്ടത് വളരെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ സാധിക്കും. പക്ഷേ അതേസമയം ഇത് എങ്ങനെ നിർണ്ണയിച്ചു എന്നുള്ളത് നമുക്ക് എഴുതി പിടിപ്പിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു പൂച്ചയുണ്ടെന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഈ ചിത്രത്തിലൊരു മനുഷ്യൻ്റെ മുഖം ഉണ്ടെന്ന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? 2 കണ്ണുണ്ട് അതുകൊണ്ടാണെന്ന് പറയാം. 2 കണ്ണുള്ള മനുഷ്യൻ്റെതല്ലാതെ എത്ര ചിത്രങ്ങളുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അത് എഴുതി ഫലിപ്പിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ എഴുതി ഫലിപ്പിച്ച് മാത്രമേ ഈ അൽഗോരിതത്തിൻ്റെ രൂപഘടനയിലേക്ക് അത് കൊണ്ടെത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ഹാൻസ് മൊറാവക്കും മൈക്കിൾ പൊലാനിയുടെയും ഒക്കെ ഒരു ഇത് വെച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ട്രഡീഷണൽ പ്രോഗ്രാമിംഗ് എന്ന് വെച്ചാൽ അൽഗോരിതങ്ങൾ ഉപയോഗിച്ചുള്ള പ്രോഗ്രാം, ഒരു അൽഗോരിതം രൂപത്തിൽ എഴുതി യന്ത്രങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള പല ടാസ്കുകളും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു എഴുതി വച്ചിരിക്കുന്ന ഒരു അക്ഷരം അത് ആയാണോ യായാണോ എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ഇത്, അത് ഏതൊരു മനുഷ്യനും പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത് യന്ത്രങ്ങൾക്ക് എഴുതി തയ്യാറാക്കിയ വ്യവസ്ഥയിലൂടെ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ റൂൾസും ഡേറ്റയും വെച്ചുകൊണ്ട് പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു വ്യവസ്ഥയ്ക്കകത്ത് ഇങ്ങനെയുള്ള ടാസ്കുകൾ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഇത് എന്തുകൊണ്ട് ഈ ചിന്ത വരുന്നു എന്നുള്ളതും കൂടെ ചിന്തിക്കണം. എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും യന്ത്രവൽക്കരണമാണ് ഇവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ നിർമ്മിത ബുദ്ധിയുടെ പുരോഗതി ഈ മുതലാളിത്തമായിട്ട് കൂടെ ചേർന്ന് വരുന്നു എന്നുള്ളത് കാണണം. എന്ന് വെച്ചാൽ യന്ത്രവൽക്കരണം എന്ന് പറയുന്നതിന് എഫിഷ്യൻസി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എഫിഷ്യൻസി ഇപ്പോൾ മാർക്സിൻ്റെയൊക്കെ നിരീക്ഷണങ്ങളിലും മറ്റുമൊക്കെ യന്ത്രവൽക്കരണത്തിലൂടെ കൂടുതൽ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ നടത്തുക എന്നുള്ളതാണ് അദ്ദേഹം അതിൽ പറയുന്നത്. അപ്പോൾ ഈ ട്രഡീഷണൽ പ്രോഗ്രാമിങ്ങിലൂടെ ഈ പുതിയ ടാസ്കുകളിലേക്ക് യന്ത്രവൽക്കരണം കൊണ്ടെത്തിക്കാൻ സാധിക്കില്ല. മുതലാളിത്തത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എ ഐക്ക് ഒരു പാതയില്ലാതെ വരുന്നു. അവിടെ എ ഐ നടുങ്ങി നിൽക്കുന്നു എന്നുള്ളൊരവസ്ഥയും. അപ്പോൾ ഇങ്ങനെ നടുങ്ങി നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഞാനൊരു വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ട്യൂറിംഗ് ടെസ്റ്റ് വിജയിക്കുന്നത് ആരാണ് എന്ന് നമുക്ക് ചോദിക്കാം. ഏതൊരു മനുഷ്യനെയും ട്യൂറിംഗ് ടെസ്റ്റ് വിജയിക്കും. എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തുള്ളത് ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക. അങ്ങനെ വന്നാൽ ഏതൊരു മനുഷ്യനും ട്യൂറിംഗ് ടെസ്റ്റ് വിജയിക്കാൻ സാധിക്കും. വേണമെങ്കിൽ നമുക്ക് വേണമെന്ന് വെച്ചിട്ട് വേണമെങ്കിൽ ട്യൂറിംഗ് ടെസ്റ്റ് പൊട്ടാമെന്ന് വരഞ്ഞിട്ട് എഴുതാം, അത് വേറെ കാര്യം. പക്ഷേ ഏതൊരു മനുഷ്യനെയും ട്യൂറിംഗ് ടെസ്റ്റ് വിജയിക്കാനുള്ള ശേഷിയുണ്ട്, ആ മസ്തിഷ്കത്തിൽ ആ ശേഷിയുണ്ട്. അപ്പം യന്ത്രങ്ങൾക്ക് അത് സാധ്യമല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഇത്തരം ടാസിറ്റ് നോളജ്, ഒരു ചിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ മുഖം ഉണ്ടോ എന്ന് കണ്ടെത്താൻ സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പക്ഷേ അതിൽ ചെയ്യാവുന്നത് മനുഷ്യൻ്റെ തന്നെ പ്രവർത്തനത്തിൻ്റെ ഔട്ട്പുട്ടുകളെ അതേപോലെ ആവിഷ്കരിക്കുക എന്നുള്ള രീതിയിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ ഒരു കൊളോക്കിയൽ ഭാഷയിൽ പറയുകയാണെങ്കിൽ കോപ്പി അടിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പരീക്ഷയ്ക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല, അപ്പുറത്തുള്ള ആൾ പഠിച്ചിട്ടുണ്ട്, അയാളുടെ ഉത്തരങ്ങൾ കോപ്പി അടിക്കുക. എന്നപോലെ യന്ത്രങ്ങൾക്ക് മനുഷ്യനിൽ നിന്ന് കോപ്പി അടിക്കാം. മനുഷ്യനിൽ നിന്ന് കോപ്പി അടിക്കുന്ന വ്യവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ മെഷീൻ ലേണിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാനത് സ്റ്റൈലൈസ്ഡ് ആയിട്ട് പറയുകയാണ്, ഞാൻ വീണ്ടും പറയാം. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനുഷ്യനിൽ നിന്ന് ഉത്തരങ്ങൾ എടുക്കുക. ഒരു ചിത്രത്തിൽ പൂച്ചയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ നിരവധി ചിത്രങ്ങൾ ശേഖരിക്കുക, മനുഷ്യനെ കൊണ്ട് ലേബൽ ചെയ്യിക്കുക, ഏതൊക്കെ ചിത്രങ്ങളിൽ പൂച്ചയുണ്ട്, ഏതൊക്കെ ചിത്രങ്ങളിൽ പൂച്ചയില്ല എന്നുള്ളത്. എന്നിട്ട് ആ വിവരശേഖരവും ലേബലും ഉൾപ്പെടെ ഈ മെഷീനിൻ്റെ അടുത്ത് കൊടുക്കുക. എന്നിട്ട് മെഷീനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കൂ. ഇത് എന്ത് രീതിയാണെന്ന് എനിക്കറിയില്ല, പറഞ്ഞു തരാൻ അറിയില്ല എന്ന് വെച്ചാൽ, പക്ഷേ ഇത്തരം ഔട്ട്പുട്ടുകൾ നിങ്ങൾ നിർമ്മിക്കണം. ഇത്തരം ഔട്ട്പുട്ടുകൾ നിർമ്മിക്കുകയല്ല, ഇത്തരം ഔട്ട്പുട്ടുകൾ നിങ്ങൾ നൽകണം. ആ രീതിയിൽ നിങ്ങൾ എന്ത് വേണേൽ ചെയ്തോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ വളരെ വളരെ ലൈറ്റ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡേറ്റ ഡ്രിവൺ നിർമ്മിത ബുദ്ധി, വിവരാധിഷ്ഠിത നിർമ്മിത ബുദ്ധി, ആ മേഖലയാണ് ഇന്ന് നിർമ്മിത ബുദ്ധി എന്നുള്ള രീതിയിൽ പൊതുവിൽ അറിയപ്പെടുന്നത്. എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ട്രെയിനിങ് ഡേറ്റ എടുക്കും. ഈ ട്രെയിനിങ് ഡേറ്റയിൽ ചിത്രങ്ങളുണ്ടാവും, അതിൻ്റെ ലേബലും ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ CCTV ഇമേജുകളാണെന്നുണ്ടെങ്കിൽ അതിൽ നോൺ സസ്പീഷ്യസ് അല്ലെങ്കിൽ സസ്പീഷ്യസ് എന്നുള്ള രീതിയിൽ ലേബൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. നമ്മളൊരു പക്ഷേ ഒരു സേഫ്റ്റി ആവശ്യത്തിനുള്ളൊരു നിർമ്മിത ബുദ്ധിയായിരിക്കാം. അപ്പോൾ അതിലൂടെ ഇങ്ങനെയുള്ള ലേബലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ, ഒരു ഗണിത മാതൃക നിർമ്മിക്കുക.
ഈ ഗണിത മാതൃക ഉപയോഗിച്ചിട്ട് പുതിയൊരു ഇമേജ് വരുമ്പോൾ അതിനെ സസ്പീഷ്യസ് ആണോ നോൺ സസ്പീഷ്യസ് ആണോ എന്ന് കണ്ടെത്തുക എന്നുള്ള ലേബൽ നൽകുക. അതൊരു പക്ഷേ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പുതിയ ചിത്രം വരുമ്പോൾ അതിന് സമാനമായിട്ടുള്ള 3 ചിത്രങ്ങൾ എടുക്കുക. ആ 3 ചിത്രത്തിൽ 2 സസ്പീഷ്യസ് ആണെങ്കിൽ സസ്പീഷ്യസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ ഏതാണോ ഭൂരിപക്ഷം വരുന്ന ലേബൽ ആ ലേബൽ കൊടുക്കുക. അങ്ങനെ വേണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ അതിനേക്കാൾ സങ്കീർണമായിട്ടുള്ള സാങ്കേതിക വിദ്യകളും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ നമ്മൾ AI എന്ന് പറയുന്നത് അവിടെ വെച്ച് ഒരു വഴിത്തിരിവിലെത്തുകയാണ്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ മൊറാവെക്കും പൊളാനിയൊക്കെ പറയുന്ന ആ പുതിയ തരം ടാസ്കുകളിലേക്ക് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കുറേ ടാസ്കുകളിലേക്ക് നിർമ്മിത ബുദ്ധിക്ക് കടക്കാനാവുന്നില്ല. അതുകൊണ്ട് കോപ്പിയടി എന്നുള്ള വീണ്ടും പറയാം, അത് ആ രീതിയിൽ ആളുകൾ പറയാറില്ല. പക്ഷെ അത് ഞാൻ സ്റ്റൈലൈസ്ഡായിട്ട് പറയാം. അത് എനിക്കൊന്നും അതിൽ അന്തസ്സത്തെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുകയാണ്. മനുഷ്യൻ്റെ ഔട്ട്പുട്ടുകൾ അതേപോലെ പുനരാവിഷ്കരിക്കുക എന്നുള്ള ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ AI എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ AI എന്ന് പറയുന്നതിനെ കുറിച്ചല്ല, 2 രീതിയിൽ നമുക്കൊരു പക്ഷേ വിജ്ഞാനം നിർമ്മിക്കാം. ഒന്ന് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഓൾ മെൻ ആർ മോർട്ടൽ, സോക്രട്ടിസ് ഇസ് എ മാൻ എന്ന് പറഞ്ഞാൽ സോക്രട്ടിസ് ഇസ് മോർട്ടൽ എന്നുള്ള പുതിയൊരു അറിവ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയും. ഈ 2 നിയമങ്ങളും കൂടെ ഒരുമിച്ച് സംയോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ അതേസമയം ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിലാണ്. ഇൻഡക്റ്റീവ് റീസണിങ് പറയുന്നത് ഞാൻ ഒരു പക്ഷേ ഒരു 50 ആടുകളെ കണ്ടു, ആ ആടുകളെല്ലാം വെള്ളയാണ്, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നു ആടുകൾ മിക്കവാറും വെള്ളയായിരിക്കും എന്ന് ഞാൻ തീരുമാനിക്കുന്നു. പക്ഷെ അത് ഒരു കറുത്ത ആടിനെ കാണുന്ന വരെ ഉണ്ടാവുള്ളൂ അത്. അതുകൊണ്ട് തന്നെ ഇത് ഫാലിബിളാണ്. എന്ന് വെച്ചാൽ ഇത് ഈ സാമാന്യവൽക്കരണം എന്ന് പറയുന്നത് എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. എന്ന് വെച്ചാൽ ഒരു പരിധിവരെയൊക്കെ വർക്ക് ചെയ്യും, യൂസ്ഫുൾ ആയിരിക്കാം. ഒരു പക്ഷേ ആ പ്രദേശത്തും മറ്റുമൊക്കെ വെള്ള ആടുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വെള്ള ജന്തുവിനെ കണ്ടാൽ ആടാണെന്ന് നിർണ്ണയിക്കുന്ന ഒരു നിയമത്തിലേക്ക് അതിനെ എൻകോഡ് ചെയ്ത് വെച്ചാൽ അതിന് ചിലപ്പോൾ ഉപയോഗം ഉണ്ടാവുമായിരിക്കാം, ഒരു ഉപയോഗമൂല്യമൊക്കെ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അത് എപ്പോഴും ഫാലിബിളാണ്. ആ അർത്ഥത്തിൽ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് ഈ നിയമങ്ങളും ഈ അൽഗോരിതങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിവരശേഖരങ്ങളിൽ നിന്ന് സാമാന്യവൽക്കരിക്കുന്ന ഒരു രൂപഘടനയിലേക്ക് അത് മാറുകയാണ്. ഡിഡക്റ്റീവ് റീസണിങ്ങിൽ നിന്ന് ഇൻഡക്റ്റീവ് റീസണിങ്ങിലേക്ക് മാറുന്നു. അതിലേക്ക് ഉള്ള ഒരു പാതയും കൂടിയാണ് ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന് പലപ്പോഴും നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ളൊരു വാക്കായിരിക്കും, അതുകൊണ്ടാണ് ഞാനിത് പറയാമെന്ന് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ബ്രെയിനിൽ ഒരുപാട് ന്യൂറോണുകളുണ്ട്. ആ ന്യൂറോണുകളുടെ രൂപഘടന അതേപോലെ യന്ത്രങ്ങൾ പുനരാവിഷ്കരിക്കുക എന്നുള്ള രീതിയിലാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ മനുഷ്യൻ്റെ ന്യൂറോൺ വളരെ സങ്കീർണ്ണമാണ്. ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ ഉൾപ്പെടുന്ന ന്യൂറോൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഘടനയാണ്. കുറേ ഇൻപുട്സ് ഉണ്ട്, അതിനെ കുറേ വെയിറ്റുകൾ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു നോൺ ലീനിയാരിറ്റി എന്നാണ് പറയുന്നത്, രേഖീയമായിട്ടുള്ള നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു 5 മീതെ ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയുക, 5 താഴെയാണെങ്കിൽ സീറോ നോ എന്ന് പറയുക എന്നുണ്ടെങ്കിൽ അത് നോൺ ലീനിയർ എന്ന് പറയുക. എന്ന് വെച്ചാൽ സ്റ്റെപ്പാണ്, അത് ഒരു സ്മൂത്ത്നെസ് ഇല്ല അതിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു നോൺ ലീനിയാരിറ്റി അതിൽ വലിയ സാങ്കേതികമായിട്ടുള്ള കാര്യമാണ്, അത് പ്രധാനമല്ല. എന്നാലും ഞാനൊന്ന് സൂചിപ്പിച്ച് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്നുള്ളതാണ് ഇന്ന് നിർമ്മിത ബുദ്ധിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധിക്കകത്ത് നിരവധിയായിട്ടുട്ടുള്ള മേഖലകളുണ്ട്. അതിൽ ഒരു പക്ഷേ ന്യൂറൽ നെറ്റ്വർക്കുകളുണ്ട്, അതല്ലാതെ ഈ നിയമാവലികളനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്, സിംബോളിസ്റ്റ് AI എന്ന് പറയുന്നത്. അതല്ലാതെ ഒരു പക്ഷേ സാമ്യത ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഡേറ്റ പോയിൻ്റ് മറ്റൊരു ഡേറ്റ പോയിൻ്റ് സാമ്യത കൂടുതലാണെങ്കിൽ അത് രണ്ടും ഒരേ രീതിയിൽ നിർണ്ണയിക്കണം എന്നൊക്കെ കരുതുന്ന രീതിയിലും മറ്റുമൊക്കെയുള്ള സംഗതികളുമുണ്ട്. അത് നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അത് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാന പ്രേരണ എന്ന് പറയുന്നത് സാമാന്യവൽക്കരണം എന്നുള്ളതാണ്, വിവരങ്ങളിൽ നിന്നുള്ള സാമാന്യവൽക്കരണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ AIയെ 2 രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ഒരു ഇതിലേക്ക് വീണ്ടും വരികയാണ്. സങ്കീർണമായ യന്ത്രവൽക്കരണമാണോ കൃത്രിമ ചിന്തയാണോ എന്നുള്ളത്. നമ്മൾ ഇതിലിപ്പം ഈ അൽഗോരിതം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഇൻപുട്ടുകൾ, മനുഷ്യൻ നൽകുന്ന ട്രെയിനിങ് ഡേറ്റ, മനുഷ്യൻ്റെ ലേബലുകൾ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചിത്രത്തിൽ പൂച്ചയുണ്ടോ പൂച്ചയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേര് അതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. ആ ലേബലുകളെ പുനരാവിഷ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് കൃത്രിമ ചിന്തയാണ് എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ കൃത്രിമ ചിന്ത എന്ന് പറഞ്ഞ ആശയത്തിന് കൂടുതൽ പ്രാമുഖ്യം ലഭിച്ചത് ഈ ഒരു വിവരാധിഷ്ഠിത നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതല്ല, പക്ഷേ അതേസമയം ഈ മനുഷ്യൻ നൽകിയ ലേബലുകൾ അത് വളരെ നല്ല രീതിയിൽ പുനരാവിഷ്കരിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ കൃത്രിമ ചിന്ത എന്ന് പറയുന്ന ആശയത്തെ നമുക്കൊന്നുകൂടെ വിമർശനപരമായിട്ട് കാണാൻ സാധിക്കും. ഈ കൃത്രിമ ചിന്ത എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുക അൽഗോരിതത്തിൽ എന്തോ
ഒരു വളരെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു ചിന്ത പോലുള്ള ഒരു പ്രക്രിയ ഉണ്ട് എന്ന് വേണേൽ ചിന്തിക്കാം. പക്ഷേ അതേസമയം അത് ഈ ലഭിക്കുന്ന ലേബലുകൾ പുനരാവിഷ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്രിമ ചിന്തയാണോ അതോ മനുഷ്യൻ്റെ ചിന്ത അതിലൂടെ പ്രതിഫലിക്കുന്നതാണോ, മനുഷ്യൻ്റെ ചിന്തയെ മീഡിയേറ്റ് ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യയാണോ? മനുഷ്യൻ്റെ ചിന്തയെ എൻകോഡ് ചെയ്തിട്ടുള്ള ലേബലുകളുണ്ട് ഒരു വശത്ത്, അതിൽ നിന്ന് ഗണിത മാതൃകയിൽ വരുന്നു, ആ ഗണിത മാതൃകയിലൂടെ ആ ലേബലുകളുടെ മറ്റൊരു വെർഷൻ മറ്റൊരു രീതിയിൽ അത് പുനരാവിഷ്കരിക്കപ്പെടുന്നു. ആ രീതിയിൽ ആണോ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഒരുപക്ഷെ ഈ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൃത്രിമ ചിന്ത ആയിട്ട് കരുതുന്നതിൻ്റെ ഈ ലോജിക്ക് ഒരുപക്ഷെ ഈ വിവരാധിഷ്ഠിത കാലത്ത് വളരെ പ്രാമുഖ്യം ലഭിക്കുന്നതിൻ്റെ ഒരു കാരണം മനുഷ്യൻ്റെ ചിന്ത അതേപോലെ പകർത്തുന്നതുകൊണ്ടാവാം. പക്ഷേ അതുകൊണ്ട് തന്നെ അതേ കാരണം കൊണ്ട് തന്നെ അതൊരു കൃത്രിമ ചിന്തയല്ല, മനുഷ്യൻ്റെ ചിന്ത തന്നെ മനുഷ്യൻ്റെ അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ ലേബലുകളും മറ്റുമൊക്കെ പുനരാവിഷ്കരിക്കുകയാണ് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ അത് കൃത്രിമ ചിന്ത അല്ല എന്നും പറയാം. അത് വെറും സങ്കീർണമായ യന്ത്രവൽക്കരണം ആണ് എന്ന് പറയാം. അപ്പോൾ ഈ യന്ത്രവൽക്കരണം എന്ന് പറയുന്നത് നമുക്ക് വളരെ പരിചിതമായിട്ടുള്ളൊരു മേഖലയാണ്. യന്ത്രങ്ങൾ കുറേ കാലങ്ങളായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ മാർക്സിയൻ ചിന്തയൊക്കെ രൂപപ്പെടുന്നത് 19-ാം നൂറ്റാണ്ടിൽ യന്ത്രങ്ങളുടെ ഒരു കാലത്താണല്ലോ. എന്ന് വെച്ചാൽ ഇപ്പോൾ കൈത്തറികളിൽ നിന്ന് യന്ത്രത്തറികളിലേക്ക് മാറുന്നു. ആ ഒരു കാലത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഈ യന്ത്രവൽക്കരണത്തെക്കുറിച്ച് നമുക്ക് സാമ്പ്രദായികമായിട്ടുള്ള കുറേ ധാരണകളുണ്ട്. അത്തരത്തിലുള്ള ഒരു ധാരണ ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇത് ചാൾസ് ബാബേജ് എന്ന് പറയുന്ന കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. ആ രീതിയിലാണ് പലർക്കും അദ്ദേഹത്തെ പരിചയം ഉണ്ടാവുക. പക്ഷേ അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഓൺ ദ എക്കോണമി ഓഫ് മെഷീൻസ് ആൻഡ് മാനുഫാക്ചേഴ്സ് എന്നാണ്. അത് 1832 എഴുതിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം യന്ത്രവൽക്കരണത്തിൻ്റെ ഒരു ഘടന എന്താണെന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ പെട്ടെന്ന് പരിശോധിക്കാം. ഒരു വ്യക്തി ഒരു റെപ്പറ്റേറ്റീവായിട്ട് വളരെ ഒരേ ജോലി റെപ്പറ്റേറ്റീവായിട്ട് ചെയ്യുമ്പോൾ, ഒരേ ജോലി വീണ്ടും ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ പ്രവർത്തനം എന്താണെന്നുള്ളത് അയാൾക്ക് വളരെയധികം മനസ്സിലാവുന്നു. എന്ന് വെച്ചാൽ ആ പ്രവർത്തനത്തോട് ഒരുപാട് ചേർന്ന് നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു അസംബ്ലി ലൈൻ എടുക്കുകയാണെങ്കിൽ അതിലൊരു ഗിയർ ബോക്സ് ഘടിപ്പിക്കുക എന്നുള്ളതായിരിക്കും. എങ്ങനെ ഗിയർ ബോക്സ് ഘടിപ്പിക്കണം എന്നുള്ളത് വളരെ എക്സാക്റ്റായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് അത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ആ വർക്കറിന്, തൊഴിലാളിക്ക് സങ്കല്പിക്കാൻ സാധിച്ചേക്കും. ഒരുപക്ഷെ ഗിയർ ബോക്സ് ഘടിപ്പിക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യണം. പെട്ടെന്ന് ചെയ്യാനായിട്ട് ഈ ഒരു സംഗതി, 2 സംഗതികളും ഘടിപ്പിക്കേണ്ട, ഒരെണ്ണം ഇടതുവശത്തും ഒരെണ്ണം വലതുവശത്തും വെക്കുക. ഇങ്ങനെയുള്ളൊരു വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യത്തിലൂടെ വേണമെങ്കിൽ കാര്യക്ഷമ വർദ്ധിപ്പിക്കാം. ഇപ്പോൾ ഈ ഇടതുവശത്ത് നിന്ന് ഇതെടുക്കുക, മറ്റേതെടുക്കുക, പെട്ടെന്ന് വെക്കുക എന്നുള്ള രീതിയിൽ. 2 ഒരേ വശത്താണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ അയാൾക്കൊരു പക്ഷേ ഈ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് വളരെ പെട്ടെന്ന് അയാൾക്ക് സങ്കല്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെ ലേബർ തിയറി ഓഫ് ഓട്ടോമേഷൻ എന്ന് വിളിക്കുന്ന രീതിയിൽ ഇന്ന് കുറച്ച് പഠനങ്ങൾ വരുന്നുണ്ട്. അത് AI-ആയിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങളിൽ തന്നെയാണ്. അപ്പം ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ അധ്വാനമാണ് ഈ യന്ത്രവൽക്കരണത്തിന് ജന്മം നൽകുന്നത്. തൊഴിലാളിയാണ് യന്ത്രവൽക്കരണത്തിന് ജന്മം നൽകുന്നത് എന്നുള്ള അർത്ഥത്തിൽ. അപ്പം ഇങ്ങനെ ഈ ചാൾസ് ബാബേജിൻ്റെ ഈ ഒരു ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ സംഗതികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടതുവശത്തും വലതുവശത്തും ഇങ്ങനെ വെക്കുന്നു എന്നുള്ളത് മറ്റൊരാൾ മറ്റൊരു രീതിയിലായിരിക്കും വെക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംയോജിപ്പിച്ച് നമുക്കൊരു സങ്കീർണ്ണ യന്ത്രത്തിലേക്ക് എത്താം. എന്ന് വെച്ചാൽ അതിലൂടെ നമുക്ക് ഭയങ്കര കാര്യക്ഷമത കൂട്ടാം, ഈ നിർമ്മാണ പ്രക്രിയയുടെ കാര്യക്ഷമത കൂട്ടാം. അപ്പോൾ ഈ 1832 ചാൾസ് ബാബേജ് ഇത് പറയുകയും അതിനുശേഷം അന്നേരം ചാൾസ് ബാബേജും എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൽ തന്നെയായിരുന്നു തോന്നുന്നു. അന്നേരം മാർക്സ് ഇദ്ദേഹത്തെക്കുറിച്ച് വിശദമായിട്ട് ഇദ്ദേഹത്തിൻ്റെ രചനകളൊക്കെ വിശദമായിട്ട് വായിക്കുന്നുണ്ടെന്നും ഒക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ചില വാദഗതികളെ ഉപയോഗിച്ചുകൊണ്ട് അന്നത്തെ ചില നവ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളെ, അന്നത്തെ ചില സാമ്പ്രദായിക എക്കണോമിസ്റ്റുകളെ, ഫ്രീ മാർക്കറ്റ് ടൈപ്പ് എക്കണോമിസ്റ്റുകളെയൊക്കെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം ആ രീതിയിൽ ഇതിനോട് അംഗീകരിച്ചിരുന്നു എന്നോ അല്ലെങ്കിൽ ഈ ബാബേജിൻ്റെ ഈ ഒരു യന്ത്രവൽക്കരണ രൂപഘടനയോട് ഒരു ആഭിമുഖ്യം പുലർത്തിയിരുന്നെന്നോ വേണമെങ്കിൽ പറയാം. അപ്പോൾ അദ്ദേഹം പിന്നീട് പറയുന്ന ഒരു സംഗതി, ഈ ഒരേ ചിന്താമണ്ഡലത്തിലാണ്, ഇവരെല്ലാവരും ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. അദ്ദേഹം പറയുന്നത് വൺസ് അഡോപ്റ്റഡ് ഇൻ ടു ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് ക്യാപിറ്റൽ ദ മീൻസ് ഓഫ് ലേബർ പാസ് ത്രൂ ഡിഫറെൻറ്റ് മെറ്റമോർഫോസിസ് whose culmination is the automatic system of machinery. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അതിൻ്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വർക്കേഴ്സ് themselves are cast merely as its conscious linkages. യന്ത്രം വളരെ സങ്കീർണമാവുകയും മനുഷ്യൻ ഒരു യന്ത്രത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കുള്ള ഒരു ലിങ്കേജ് മാത്രമായി ഭവിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ഇതിനെ ദ ഫ്രാഗ്മെൻറ്റ് ഓഫ് മെഷീൻസ് എന്ന് പറയുന്ന ഒരു ലേഖനത്തിൽ, അത് ഗ്രുണ്ട്രസി എന്ന് പറയുന്ന ഒരു രചനയുടെ ഭാഗമാണ്. അതിൽ അദ്ദേഹം 1957 എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇന്ന് പലപ്പോഴും ഈ പൊതുമണ്ഡലത്തിലെ ചർച്ചകളിലും മറ്റുമൊക്കെ കാൾ മാർക്സ് നിർമ്മിത ബുദ്ധി പ്രവചിച്ചിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഈ ലേഖനം അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതെന്തും ആയിക്കൊള്ളട്ടെ, അതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം.
പക്ഷേ അതേസമയം ഇന്നത്തെ തൊഴിലാളി എങ്ങനെയാണ് ഇങ്ങനെ കോൺഷ്യസ് ലിങ്കേജസ് ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇന്ന് ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗിഗ് മേഖലയിൽ, ഇപ്പം ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഊബർ പോലുള്ള മേഖലയിൽ മറ്റുമൊക്കെ നോക്കുക. അപ്പോൾ ഒരു വ്യക്തി എന്താ ചെയ്യുന്നത്, അവരുടെ മുമ്പിൽ ഘടിപ്പിച്ചിട്ടുള്ളൊരു ഫോൺ ഉണ്ടാവും, അവരുടെ ബൈക്കിൻ്റെ മുമ്പിൽ ഘടിപ്പിച്ചിട്ടുള്ളൊരു ഫോൺ ഉണ്ടാവും. അതിലൂടെ ഒരു നിർദ്ദേശം വരുന്നു. ആ നിർദ്ദേശം അച്ചട്ടായിട്ട് അത് അതേപോലെ അനുസരിക്കുക. അടുത്ത നിർദ്ദേശം വരുന്നു, അടുത്ത സ്ഥലത്തേക്ക് പോകൂ, അവിടെ നിന്ന് എടുക്കൂ, എന്നിട്ട് പോകൂ എന്നുള്ള ഒരു നിർദ്ദേശം വരുന്നു, അതും അതേപോലെ പാലിക്കുക. ഇത് കോൺഷ്യസ് ആണ്, അവർ കോൺഷ്യസ് ആണ്, അവർ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് യന്ത്രത്തിന് ചെയ്യാൻ സാധിക്കില്ല, ഈ ലൊക്കേഷൻ കണ്ടെത്തി പോവുക എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഈ മനുഷ്യൻ്റെ ഇതിൽ പെടുന്നതാണ്. പക്ഷേ അതേസമയം യന്ത്രവ്യവസ്ഥയുടെ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു സൊമാറ്റോയുടെ സ്വിഗ്ഗിയുടെ ഒരു യന്ത്രവ്യവസ്ഥ അവിടെ നിൽക്കുന്നു. അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമായിട്ട് തൊഴിലാളിയുടെ ഇത് ചുരുങ്ങുന്നു. അതൊക്കെ നിർമ്മിത ബുദ്ധിയിലൂടെ കൂടി വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നിർമ്മിത ബുദ്ധിയുടെ ഒരു ഘടനയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റ് ഞാനിവിടെ പറയുകയാണെങ്കിൽ അതിൽ പ്രക്രിയയുടെ നിരാസമുണ്ട്. അതിൽ ഇപ്പോൾ ബാബേജ് പറയുന്നത് ഈ ചെയ്യുന്ന അതേ പ്രക്രിയ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പക്ഷേ AI എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് ഇമിറ്റേഷനാണ്. എന്ന് വെച്ചാൽ ട്യൂറിംഗ് ടെസ്റ്റ് വിജയിക്കുക എന്നുള്ളതാണ്. ട്യൂറിംഗ് ടെസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ വിജയിച്ചാൽ മതി. നിങ്ങൾ അപ്പുറത്തുള്ള ആളെ കബളിപ്പിച്ചാൽ മതി. നിങ്ങൾ മനുഷ്യനാണെന്ന് അയാൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. അത് എങ്ങനെ ചിന്തിക്കണം, ഇന്ന രീതിയിൽ ചിന്തിക്കണം എന്നുള്ള രീതിയിൽ, ഇന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ചിന്തിപ്പിക്കണം എന്നുള്ളതൊന്നും പറയുന്നില്ല. എങ്ങനെയെങ്കിലും അയാളെ കൊണ്ട് ചിന്തിപ്പിച്ചാൽ മതി എന്നുള്ളതാണ്. അവിടെ പ്രക്രിയ എന്ത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എങ്ങനെ വേണേൽ പ്രവർത്തിച്ചോളൂ, പക്ഷേ ട്യൂറിംഗ് ടെസ്റ്റിൽ വിജയിക്കുക എന്നുള്ള അർത്ഥത്തിലേക്കാണ് അത് പോകുന്നത്. അതുകൊണ്ട് ഈ പ്രക്രിയയുടെ കാര്യത്തിൽ വലിയ ഒരു സൂക്ഷ്മതയൊന്നുമില്ല എന്ന് വരികയും ഈ ഫലങ്ങളുടെ അനുകരണം, അവസാനമുള്ള ഔട്ട്പുട്ടിൻ്റെ അനുകരണത്തിലേക്ക് വലിയ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇന്നത്തെ AIയുടെ ഒരു ഘടന. അപ്പോൾ അതിനെ നമുക്ക് ഒരുപക്ഷെ ഈ മാർക്സിയൻ ചിന്തയിൽ തന്നെ ഒരു ആസ്പെക്റ്റും കൂടെ മാർക്സിയൻ ചിന്തയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ക്യാപിറ്റൽ ഈസ് നോട്ട് കൺസേൺഡ് വിത്ത് സ്പെസിഫിക് കണ്ടൻറ്റ്. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഒരു ഉൽപ്പന്നം ഉണ്ടെങ്കിൽ ആ ഉൽപ്പന്നത്തിൻ്റെ ഉള്ളടക്കത്തിനെ കുറിച്ച് അത്രയൊന്നും സൂക്ഷ്മത പാലിക്കുന്നില്ല അത്. പക്ഷേ അതേസമയം ഇത് ഉപയോഗിച്ചുകൊണ്ട് എത്ര കാശുണ്ടാക്കാം എന്നുള്ളതാണ് മുതലാളിത്തത്തിൻ്റെ പ്രേരണ. അപ്പോൾ എല്ലാം ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതിലേക്കുള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്തെന്താണെന്നുള്ളതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക എന്നുള്ളത് മുതലാളിത്തത്തിൻ്റെ ഒരു പ്രേരണയല്ല. ആ പ്രേരണ അതേപോലുള്ള ആ ഒരു ഈത്തോസ്, ആ ഒരു യുക്തിയാണ് ഇവിടെ AIയിലും പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ നിരീക്ഷിക്കാം. അപ്പം ഇതിൽ ഞാനൊരു എക്സാമ്പിൾ ഇവിടെ പറയാൻ വിചാരിക്കുന്നു. ഒരു 5 മിനിറ്റ് കൂടെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ChatGPT എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ചിലപ്പോൾ വായിക്കാൻ സാധിച്ചെന്ന് വരില്ല, ചെറുതായിട്ടുള്ള അക്ഷരങ്ങളാണ്, പക്ഷേ ഞാൻ വായിക്കാം ഇത് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ChatGPTയോട് ചോദിച്ച ഒരു ചോദ്യം, പ്ലീസ് റിവ്യൂ മലയാളം മൂവി തങ്കം എന്ന് പറഞ്ഞ പടമുണ്ടല്ലോ, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ. ഈ തങ്കം എന്ന് പറഞ്ഞ സിനിമ ഒന്ന് റിവ്യൂ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് എ മലയാളം ലാംഗ്വേജ് ഡ്രാമ ഫിലിം ഡയറക്റ്റഡ് ബൈ ഇന്നയാൾ. ദ മൂവി ഫീച്ചേഴ്സ് ഫഹദ് ഫാസിൽ, ജോജു ജോർജ് ആൻഡ് ദിലീഷ് പോത്തൻ ഇൻ ലീഡ് റോൾസ്. ദ സ്റ്റോറി റിവോൾവ്സ് അറൗണ്ട് 2 ക്ലോസ് ഫ്രണ്ട്സ് ഹു ആർ സ്ട്രഗ്ലിംഗ് ടു മേക്ക് എൻഡ്സ് മീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് യഥാർത്ഥ തങ്കമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നമുക്കറിയാം. എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥ തങ്കത്തിൽ ഫഹദ് ഫാസിലോ ജോജു ജോർജോ ഒന്നുമല്ല, അതിൽ ബിജു മേനോനും പിന്നെ ആരായിരുന്നു വിനീത് ശ്രീനിവാസനും മറ്റുമൊക്കെയാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഈ ChatGPT ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് തരുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ ChatGPT എന്തിനാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരും. ChatGPT ശ്രമിക്കുന്നത് നിങ്ങൾക്ക് ഇത് വായിച്ചാൽ തങ്കം എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് തോന്നണം, അതൊരു മനുഷ്യൻ എഴുതിയ തങ്കം എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് തോന്നണം എന്നുള്ളതാണ് ChatGPTയുടെ ഇവിടെ നടപ്പിലാക്കുന്നത്. അതിന് വസ്തുതാപരമായിട്ട് അത് തങ്കം എന്ന സിനിമയുടെ റിവ്യൂ ആണോ എന്നുള്ളതൊന്നുമല്ല. നമുക്ക് അപ്പുറത്തിരിക്കുന്ന ആളെ കബളിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള, കബളിപ്പിക്കുക എന്നുള്ളത് ഞാൻ സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്, പക്ഷേ അതേസമയം അതിൽ എൻ്റെ യുക്തി ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പുറത്തുള്ള ആളെ ഞാൻ ചിന്തിക്കുന്നൊരു യന്ത്രമാണെന്ന് ധരിപ്പിക്കുക എന്ന രീതിയിൽ കബളിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് അതിൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിൽ വരുമ്പോൾ ഇതെല്ലാം പെർഫെക്റ്റാണ്. എന്താണെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ, ഈ സിനിമ ഇറങ്ങിയ കാലഘട്ടത്തിൽ ഈ ഫഹദ് ഫാസിലും ജോജു ജോർജും ഒക്കെ ഇങ്ങനെയുള്ള കുറച്ച് ക്രൈം ത്രില്ലറുകളിലൊക്കെ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വായിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനൊരു സിനിമ ആയക്കൂടായില്ലല്ലോ എന്ന് ചിന്തിക്കാം. അത്രയും മതി. അങ്ങനെ സിനിമയാണോ ഇല്ലേ എന്നുള്ള വസ്തുതാപരത അതിൻ്റെ വിഷയമല്ല. പക്ഷേ അതേസമയം ഈ ചിന്തിക്കുന്ന യന്ത്രമാണെന്ന് തോന്നിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഒരു വിഷയം. പിന്നെ ഈ വിവരാധിഷ്ഠിതമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും
ഈ വിവരാധിഷ്ഠിതം എന്ന് പറയുന്നതിന് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഡേറ്റ ഡ്രിവൺ ആയിരിക്കണം എന്നുള്ളതാണ്. ഡേറ്റ ഡ്രിവൺ സൊസൈറ്റി, ഡേറ്റ ഡ്രിവൺ പോളിസി മേക്കിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ ഡേറ്റ ഡ്രിവൺ എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയൊരു പ്രശ്നം ഉള്ളത് ഞാനിവിടെ ഒന്ന് സൂചിപ്പിക്കാൻ നിർത്തുന്നു. ഡേറ്റ ഡ്രിവൺ നിരാകരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, അതിൽ കൂടുതൽ സൂക്ഷ്മത വേണമെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത്. കുറച്ചുകൂടെ അതിലെ സൂക്ഷ്മത കുറവ് മാത്രമാണ് ഞാൻ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിലിപ്പോൾ ഒരു സമൂഹം ഉണ്ടെന്ന് കരുതുക. അതിലൊരു മെജോറിറ്റി വിഭാഗമുണ്ട്, ഒരു മൈനോറിറ്റി വിഭാഗമുണ്ട്. ഈ രണ്ട് വിഭാഗങ്ങളുടെയും വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ മൈനോറിറ്റി വിഭാഗം പ്രവർത്തിക്കുന്ന രീതികളെ നമുക്ക് 5 രീതികളുണ്ടെന്ന് കരുതുക. മെജോറിറ്റി വിഭാഗം പ്രവർത്തിക്കുന്ന 5 രീതികളുണ്ട്. അപ്പം നമ്മുടെ ഒരു ഗണിത മാതൃക സൃഷ്ടിക്കുകയാണ്. ആ ഗണിത മാതൃകയ്ക്കകത്ത് നമുക്കൊരുപക്ഷെ 6 ബിഹേവിയറുകൾ മാത്രമേ സ്റ്റോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പക്ഷേ ഒരു നീതിയുടെ മണ്ഡലത്തിൽ നിന്നും മറ്റുമൊക്കെ നോക്കുമ്പോൾ 3 മൈനോറിറ്റി ബിഹേവിയറിൻ്റെ 3 അംശങ്ങളും മെജോറിറ്റി ബിഹേവിയറിൻ്റെ 3 ക്രമങ്ങളും എല്ലാം കൂടെ ഉപയോഗിക്കുക എന്നായിരിക്കും പറയുക. പക്ഷേ അതേസമയം ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന അൽഗോരിതങ്ങൾ പൊതുവെ ട്രെയിൻ ചെയ്യപ്പെടുന്നത് പരമാവധി കൂടുതൽ ശരി ഉത്തരങ്ങൾ നൽകുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ യൂട്ടിലിറ്റേറിയനിസം എന്ന് പറയുന്ന ഒരു ഉപയോഗവാദം എന്നോ മറ്റോ നമുക്ക് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണോ തർജ്ജമ എന്ന് എനിക്കറിയില്ല. പക്ഷേ പരമാവധി കറക്റ്റ് ഡിസിഷൻസ്, ഏറ്റവും കൂടുതൽ കറക്റ്റ് ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കറക്റ്റ് ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ആയിട്ടിരിക്കുന്നത് മെജോറിറ്റി വിഭാഗമാണ്. അതിൻ്റെ ബൈ ഡെഫിനിഷൻ അത് മെജോറിറ്റി വിഭാഗം തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യപ്പെടുമ്പോൾ നിർമ്മിത ബുദ്ധി ഒരുപക്ഷെ ഈ 6 സ്ലോട്ടുകളിൽ 5 സ്ലോട്ടും മെജോറിറ്റി വിഭാഗത്തിൻ്റെ പാറ്റേൺസിനെ കുറിച്ച് ഉള്ള വിവരങ്ങളായിരിക്കാം, 1 സ്ലോട്ട് മാത്രമായിരിക്കാം ചിലപ്പോൾ മൈനോറിറ്റി വിഭാഗത്തിൻ്റെ പാറ്റേൺസിനെ കുറിച്ച്. അപ്പം നമ്മൾ പരമാവധി കൂടുതൽ ശരി ഉത്തരങ്ങൾ നൽകണം എന്നുള്ള രീതിയിൽ ട്രെയിൻ ചെയ്യുമ്പോൾ അതിൽ അന്തർലീനമായിട്ട് തന്നെ ഒരു ന്യൂനപക്ഷ വിരുദ്ധത ഉണ്ട് എന്നുള്ളതാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഒരു മാത്തമാറ്റിക്കലി സൂചിപ്പിക്കാൻ ഭയങ്കര സിമ്പിളായിരിക്കും തോന്നുന്നു. ഒരു ക്ലാസ് ഉണ്ടെന്ന് കരുതുക. ആ ക്ലാസ്സിൽ 7 പേരുണ്ട്. ഓരോരുത്തരുടെ മാർക്കുകൾ എടുക്കണം. 68, 65, 55, 56, 70, 67, 69. അപ്പോൾ ഇതിൻ്റെ ഒരു സമ്മറി എടുക്കുക. അപ്പോൾ ഒരു ടീച്ചറോട് പറയണം, നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ എത്ര മാർക്ക് നേടി, എനിക്ക് അതിൻ്റെ ഒരു സമ്മറി വേണം. ഈ സമ്മറി ഒരു ഡേറ്റ പോയിൻ്റാണ്, ഒരു സ്ലോട്ടാണ് ഉള്ളത്. അപ്പം ആ സ്ലോട്ടിലേക്കുള്ള സമ്മറിയായിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ആവറേജ് ആയിരിക്കും എടുക്കുക. അങ്ങനെ ആവറേജ് എടുത്താൽ 64.28 എന്ന് കാണും. പക്ഷേ അതേസമയം ഈ ക്ലാസ്സിൻ്റെ ഒരു ജെൻഡർ മേക്കപ്പ്, ഈ ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതായിരിക്കാമെന്ന് കരുതുക. എന്ന് വെച്ചാൽ 5 ആൺകുട്ടികളും 2 പെൺകുട്ടികളാണുള്ളത് എന്ന് കരുതുക. അങ്ങനെ എടുത്തിട്ട് ആൺകുട്ടികളുടെ ആവറേജും പെൺകുട്ടികളുടെ ആവറേജും സെപ്പറേറ്റ് ആയിട്ട് എടുത്താൽ ഇതിങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ കാണുക. ആൺകുട്ടികളുടെ ആവറേജ് 67, പെൺകുട്ടികളുടെ ആവറേജ് 55. ഞാൻ ഇത് സ്റ്റെം വിഷയങ്ങളുടെ പാഠ്യപദ്ധതി തന്നെ പൊതുവേ പുരുഷ കേന്ദ്രീകൃതമാണ് എന്നുള്ളതിൻ്റെയും കൂടെ ആ ഒരു ഇതും കൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള സംഖ്യകൾ ഇതിൽ ഉപയോഗിച്ചത്, ഈ ടോയ് എക്സാമ്പിൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇങ്ങനെ ആവറേജ് എടുക്കുമ്പോൾ, ഈ 2 ആവറേജുകൾ എടുക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം കാണും. പക്ഷേ ഈ പ്രശ്നം നമ്മൾ വെറുതെ ആവറേജ് എടുത്താൽ കാണില്ല, മൊത്തത്തിൽ ആവറേജ് എടുത്താൽ കാണില്ല. അപ്പോൾ ഒരു സ്ലോട്ട് മാത്രമേ ഉള്ളൂ. ഒരു നമ്പറിലേക്ക് പരിമിതപ്പെടുത്തുന്ന ഒരു ഗണിത മാതൃകയാണ് മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അന്തർലീനമായിട്ട് തന്നെ അതിൽ ന്യൂനപക്ഷ വിരുദ്ധത ഉണ്ടെന്ന് കാണാം. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഭൂരിപക്ഷമായിട്ടുള്ള ആൺകുട്ടികളുടെ മാർക്കാണ് ഏറ്റവും കൂടുതൽ ആ മീൻ എന്ന് പറയുന്ന ആവറേജിൽ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഈ ഗണിത മാതൃകകളിലേക്ക് എല്ലാത്തിനെയും ചുരുക്കുമ്പോൾ ഉണ്ടാവുന്ന വലിയ പ്രശ്നങ്ങൾ, അതിൻ്റെ ഈ ആവറേജ് എടുക്കുമ്പോൾ തന്നെ ഇത്രയും പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ന്യൂറോൺ എന്നൊക്കെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ട് അതിലൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നതാണ്. പിന്നെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താമെന്ന് കരുതുന്നു. ഈ യന്ത്രങ്ങളുടെ പ്രക്രിയയെക്കുറിച്ച് നമ്മൾ അത്ര സൂക്ഷ്മത പാലിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. എന്ന് വെച്ചാൽ യന്ത്രങ്ങൾ എങ്ങനെയെങ്കിലും പ്രവർത്തിച്ചുകൊണ്ട് കബളിപ്പിക്കുക, ട്യൂറിംഗ് ടെസ്റ്റിൽ വിജയിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് യന്ത്രങ്ങളുടെ പ്രവർത്തനം പലപ്പോഴും വിചിത്രങ്ങളായിട്ട് രീതികളിലേക്ക് വഴിമാറും. ഇപ്പോൾ അതിലൊന്നാണ് ഈ ലീസ്റ്റ് എഫേർട്ട് ടെൻഡൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഹെഡ്ഫോണും അല്ലെങ്കിൽ ഈ ഷേപ്പിലുള്ള ഹെഡ്ഫോണും ബുക്കുകളും തമ്മിൽ വേർതിരിക്കുക എന്ന് നമ്മളോട് പറയുകയാണ്. നമ്മളടുത്ത് പറയുകയാണ്, ഈ ചിത്രം എടുത്തിട്ട് ഓരോ ചിത്രം എടുത്തിട്ട് ഇതിൽ ബുക്കാണോ അല്ലെങ്കിൽ ഈ ഹെഡ്ഫോണാണോ എന്ന് പറയാൻ എന്നതിലേക്ക് നമ്മൾ എന്ന് തീരുമാനിക്കാൻ നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് ബുക്ക് എന്നുള്ളതിനെക്കുറിച്ചൊരു ഒരു ധാരണയുണ്ട്, എങ്ങനെയിരിക്കും ബുക്ക് എന്നുള്ളത്. പക്ഷേ അതേസമയം ഈ അൽഗോരിതം ഇത് വെച്ച് ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു പക്ഷേ കണക്കാക്കുക ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ലൈൻസ് ഉണ്ടെങ്കിൽ അത് ബുക്കും, ഈ വട്ടത്തിലുള്ള ലൈൻ ഉണ്ടെങ്കിൽ അത് ഹെഡ്ഫോണുമാണ് എന്നായിരിക്കാം അത് കണക്കിലാക്കുക.
എന്താണെന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ചോളം അതിന് ഈ ബുക്കിനെ കുറിച്ചുള്ള ഒരു ലോകവീക്ഷണമോ ബുക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ചോ ബുക്ക് എന്താണെന്നുള്ളത് ഒന്നും അറിയില്ല. അതിനെ സംബന്ധിച്ചോളം ഏറ്റവും എളുപ്പത്തിൽ ഇതിനെ രണ്ടെണ്ണത്തിനെ വേർതിരിക്കാൻ സഹായിക്കുന്നത് ഈ വെർട്ടിക്കൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടെങ്കിൽ ബുക്കുകളും മറ്റതാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതാണ് ഈ പ്രക്രിയ നിരസിച്ച് കഴിയുമ്പോഴേ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഈ നിർമ്മിത ബുദ്ധി ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന നിർമ്മിത ബുദ്ധിയെ കൊണ്ട് നമ്മളൊരു പക്ഷേ ഈ ക്ഷേമ പെൻഷനുള്ള എലിജിബിലിറ്റിയെക്കുറിച്ച് തീരുമാനം എടുക്കാനായിട്ട് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാക്കാനും കൂടെ സാധിച്ചേക്കും. അപ്പോൾ ഞാനത് വളരെ പെട്ടെന്നത് അത് സമ്മറൈസ് ചെയ്യാണ്. ഒന്ന്, വളരെ പരിമിതപ്പെടുത്തിയുള്ള ഈ മനുഷ്യൻ്റെ ചിന്തയെ വളരെ പരിമിതപ്പെടുത്തി കാണുന്ന ഒരു ആശയപ്രപഞ്ചത്തിൽ നിന്നാണ് ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ രൂപപ്പെടുന്നത്. അതിൽ ഇൻ്റലിജൻസ് ആസ് കമ്പ്യൂട്ടേഷൻ, ചിന്ത എന്നുള്ളത് കേവലം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്, ഗണിത പ്രക്രിയകൾ മാത്രമാണ് എന്നുള്ളൊരു ഇതും വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ട്യൂറിങ്ങിലൂടെ വന്ന ഒരു സംഗതിയാണ് ഇമിറ്റേഷൻ ഓഫ് ഇൻ്റലിജൻറ്റ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ട്യൂറിങ് ടെസ്റ്റ്. പരമാവധി ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിൽ ചിന്തിക്കുന്ന പ്രവർത്തനം അവതരിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ട്യൂറിങ് ടെസ്റ്റ് എന്നുള്ളത് ഒരു ടാർഗറ്റായി ഈ AI കമ്മ്യൂണിറ്റിയിലേക്ക് വരികയും അതിനു വേണ്ടിയിട്ട് കോംപ്ലക്സ് റൂൾ സെറ്റ്സ്, വളരെ സങ്കീർണമായ നിയമാവലികളും അല്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങൾ പോലെ പ്രവർത്തിക്കുന്ന എന്തെങ്കിലും സെൻസ് ചെയ്തും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്ന സംഗതികളും മറ്റുമൊക്കെ രൂപപ്പെടുത്തുകയും ഇതെല്ലാത്തിനും ഒരു പരിമിതി ഉണ്ടെന്ന് കണ്ടപ്പോൾ നേരെ മനുഷ്യൻ്റെ ചിന്താ പ്രക്രിയയുടെ ഔട്ട്പുട്ട്സിൽ നിന്ന് നേരിട്ട് കോപ്പി ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇന്ന് വിവരാധിഷ്ഠിത നിർമ്മിത ബുദ്ധി നിലനിൽക്കുന്നത്. അപ്പം ഇത് ഉണ്ടാക്കുന്ന വലിയ വിശാലമായ ചോദ്യങ്ങളുണ്ട്. ഇപ്പം നിർമ്മിത ബുദ്ധിയും വിവരവും തമ്മിലുള്ള ബന്ധം എന്താണ്? നിർമ്മിത ബുദ്ധിയും മനുഷ്യൻ്റെ അധ്വാനം തമ്മിലുള്ള ബന്ധം എന്താണ്? നിർമ്മിത ബുദ്ധിയും മസ്തിഷ്കത്തിൻ്റെ ചിന്താ പ്രക്രിയയും തമ്മിലുള്ള ബന്ധമില്ലായ്മയുടെ രീതികൾ എന്തൊക്കെയാണ്? ബന്ധമില്ലായ്മ എന്നുള്ളത് അവിടെ മൂർത്തമായിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഇങ്ങനെ ഈ നിർമ്മിത ബുദ്ധി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കോൺഷ്യസ്നെസ് വരുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള ഈ മനുഷ്യൻ്റെ അധ്വാനത്തിലൂടെ കിട്ടിയ ലേബലുകളെ പുനരാവിഷ്കരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ കോൺഷ്യസ്നെസ് വരുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു പക്ഷേ അതിനെക്കുറിച്ചൊരു ചിന്തിക്കാവുന്നതാണ്. പിന്നെ AI അധ്വാനവും AI മുതലാളിത്തവും പിന്നെ AI പലപ്പോഴും മനുഷ്യനെ പോലെ അവതരിപ്പിക്കുന്ന രീതി, അത് ഈ ChatGPTയുടെയൊക്കെ കാര്യത്തിൽ ഹലൂസിനേഷൻ എന്നാണ് പറയുക. ChatGPT ഇടയ്ക്കൊക്കെ കളവ് പറയുകയെന്നാണ് പറയുക. അപ്പോൾ അതിപ്പോൾ ഇടയ്ക്കൊക്കെ തെറ്റിപ്പോവുമല്ലോ മനുഷ്യർക്കും, അതുകൊണ്ട് അങ്ങനെ എക്സ്ക്യൂസ് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ തെറ്റിപ്പോലിനൊരു ഘടനയുണ്ട്, ഈ തെറ്റിപ്പോലിനൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ചർച്ച നിരുത്സാഹപ്പെടുത്തുകയും അതിനെ കേവലവൽക്കരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ ആന്ത്രപ്പോമോർഫിസം എന്നുള്ളത് പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ 5 പുസ്തകങ്ങൾ പെട്ടെന്ന് അവതരിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് നിർത്താമെന്ന് കരുതുന്നു. റെസിസ്റ്റിംഗ് AI എന്ന് പറഞ്ഞ AI, പിന്നെ ഇൻഹ്യൂമൻ പവർ എന്ന് പറഞ്ഞ മൂന്നാമത്തതും അത് AI മുതലാളിത്തവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പുസ്തകങ്ങളാണ്. ഈ നടുക്കുള്ള പുസ്തകം AIയുടെ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. അതിൽ ബാബേജിനെക്കുറിച്ചുള്ള എൻ്റെ പരാമർശങ്ങളൊക്കെ ആ പുസ്തകത്തിൽ നിന്നാണ്. പിന്നെ 4ാമത്തത് എൻ്റെ പുസ്തകമാണ്, നിർമ്മിത ബുദ്ധികാലത്തെ സാമൂഹിക രാഷ്ട്രീയ ജീവിതം എന്ന് കഴിഞ്ഞ കൊല്ലം DC ബുക്സ് പുറത്തിറക്കിയ ഒരു പുസ്തകം. പിന്നെ ചിന്തിക്കുന്ന യന്ത്രം എന്ന് കഴിഞ്ഞ 2 മാസം മുമ്പ് ചിന്ത പുറത്തിറക്കിയ പുസ്തകം. അതിൽ നിരവധിയായിട്ടുള്ള തത്വചിന്തകരുടെയും ചരിത്രകാരന്മാരുടെയും നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള വീക്ഷണകോണുകളും അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നിർത്തുന്നു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇത് AI മുതലാളിത്തവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഞാൻ നേരത്തെ ഈ AIയുടെ ചരിത്രം പറയുമ്പോൾ AI വ്യാപിച്ച് എങ്ങനെയെങ്കിലും എല്ലാ മേഖലകളിലേക്കും പടർന്നു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു വ്യാപനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് AIയും മീഡിയയിലുള്ള മുതലാളിത്തമായിട്ടുള്ള ബന്ധം. എന്ന് വെച്ചാൽ പരമാവധി നേരം മൊബൈലിൽ നോക്കിയിരിക്കുക എന്നുള്ളതാണ് ഫേസ്ബുക്കിനെ സംബന്ധിച്ചോളം ഏറ്റവും വേണ്ടത്. അതിന് ശ്രദ്ധ സമ്പദ് വ്യവസ്ഥ, അറ്റൻഷൻ എക്കോണമി എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പരമാവധി നേരം കണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പരമാവധി പരസ്യങ്ങൾ കാണിക്കാം, ആ പരസ്യത്തിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ ആ പ്രേരണയാണ് ഒരു പക്ഷേ ഇത് ഇപ്പം എൻ്റെ മകൾ ഉൾപ്പെടെ ഒരു 2-3 വയസ്സായിരുന്നപ്പോഴത്തേക്ക് ഈ മൊബൈൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു അഡിക്റ്റീവ് പ്രോപ്പർട്ടി തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് അങ്ങനെ രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ്, അത് മുതലാളിത്തമായിട്ട് ബന്ധപ്പെടുത്തി രൂപകൽപ്പന ചെയ്തുകൊണ്ടാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ അഡിക്ഷൻ തോന്നണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതും ഈ മുതലാളിത്തമായിട്ട് ഉള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണിത്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സൈക്കാട്രിക് പ്രശ്നങ്ങളോട്ട് വഴുതുന്ന പല വഴികളും. അപ്പോൾ ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ രൂപകൽപ്പന ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മളൊരു ഹോൾ സിസ്റ്റം പ്രോബ്ലമായിട്ട് കൂടെ കാണേണ്ടതുണ്ട്. ഇപ്പോൾ AI ഈ മൊത്തം സമ്പദ് വ്യവസ്ഥ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഈ AI മറ്റൊരു രീതിയിൽ രൂപകൽപ്പന ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതേസമയം AI ഒരു ജോയിൻറ്റ് ഓണർഷിപ്പിൽ അല്ലെങ്കിൽ ഒരു സഹകരണ വ്യവസ്ഥയ്ക്കകത്തും മറ്റുമൊക്കെ രൂപകൽപ്പന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പക്ഷേ നീഡ് ബേസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, അതിലെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങളുണ്ട്, അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ ഒരു സാങ്കേതിക വിദ്യ നിർമ്മിക്കുക. ആ രീതിയിലല്ല ഇത് നിർമ്മിക്കപ്പെട്ടത്. കഴിഞ്ഞൊരു 40 വർഷമായിട്ട് ഇത് വന്നത് ഞാനിത് പറയാൻ സൂചിപ്പിക്കുന്നത്
സൂചിപ്പിച്ച ആ ചരിത്രത്തിൻ്റെ വഴികളിലൂടെ നോക്കുമ്പോൾ അത് പരമാവധി രീതിയിൽ എക്കണോമിക് ആക്ടിവിറ്റിയോട് അലൈൻ ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് രൂപവൽക്കരിക്കപ്പെട്ടത്. അപ്പോൾ ഇത് ഒരു എളുപ്പത്തിലുള്ളൊരു പരിഹാരം ഉണ്ടെന്ന് കരുതാൻ സാധിക്കില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹോൾ സിസ്റ്റം പ്രോബ്ലം കൂടിയാണ്. പക്ഷേ അതിനകത്ത് ഒരുപക്ഷെ ചില കാര്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഒരുപക്ഷെ ഈ എ ഐ മുഖേന തന്നെ വന്ന കുറച്ച് ആപ്പുകളുണ്ട്. ഈ ആപ്പുകൾ എന്താ ചെയ്യുക, ചില ആപ്പുകളൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 2 മണിക്കൂറിൽ കൂടുതൽ ഫോൺ കണ്ടു കഴിഞ്ഞാൽ ഫോണിൻ്റെ എല്ലാ ഫംഗ്ഷനും നിർത്തലാക്കി വെറും കോളും SMS മാത്രം ആക്കുക. അപ്പോൾ അതും അവർക്കും ഒരു മുതലാളിത്ത പ്രേരണയുണ്ട്. എന്ന് വെച്ചാൽ ആപ്പുകളിലും പരസ്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ ആ ആപ്പുകൾ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ നിയന്ത്രണത്തിൻ്റെ അകത്ത് നിന്ന് പ്രവർത്തിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ എല്ലാ ദിവസവും 2 മണിക്കൂറത്തേക്ക് ഫോൺ പരിമിതപ്പെടുത്താനായിട്ട് ആ ആപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ആ രീതിയിൽ മറ്റൊക്കെ നമുക്ക് ചെറിയ തോതിൽ മറ്റൊക്കെ വ്യക്തിപരമായിട്ട് ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ ഇതൊരു ഹോൾ സിസ്റ്റം പ്രശ്നം കൂടി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ AI എന്ന് പറയുന്നതിനെ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് കാലാവസ്ഥാ പ്രശ്നം, രണ്ടാമത്തേത് ഏതായിരുന്നു? മഹായുദ്ധം. അപ്പോൾ ഇതെല്ലാം തന്നെ എന്ന് വെച്ചാൽ ഒന്നാലോചിക്കുമ്പോൾ ഇത് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാലാവസ്ഥ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മുതലാളിത്ത പ്രശ്നമാണ്. എന്ന് വെച്ചാൽ മുതലാളിത്തം പരമാവധി എല്ലാത്തിനെയും ചരക്കുവൽക്കരിക്കുകയും മറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രകൃതിയോടും അങ്ങനെ ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ മഹായുദ്ധം എന്ന് പറയുന്നതും ഇതുപോലുള്ള ഒരു ഇമ്പീരിയലിസത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതെല്ലാം ഒരേ ധാരയിൽ, മുതലാളിത്തം എന്ന് പറഞ്ഞ ഒരു ധാരയിൽ എല്ലാം കൂടെ കെട്ടുപണഞ്ഞ് കിടക്കുന്ന 3 സംഗതികളാണെന്ന് വേണേൽ കരുതാം. അപ്പോൾ ഈ AI ഉപയോഗിച്ചുകൊണ്ടുള്ള അമാനവീകരണം എന്ന് വേണേൽ പറയാം. എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം വളരെ വളരെ പരോക്യൽ, വളരെ ശുഷ്കമായ രീതിയിൽ മറ്റൊക്കെ വളരെ പരിമിതമായിട്ടുള്ള രീതിയിൽ മറ്റൊക്കെ കാണുകയും ആ രീതിയിലുള്ള പ്രവർത്തനത്തെ മുഖ്യധാരാവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അമാനവൽക്കരിക്കപ്പെടുന്നു എന്ന് കരുതാം. അപ്പോൾ ആ രീതിയിൽ ഇതിനോട് യോജിക്കുക കൂടിയാണ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇതിനോടെല്ലാത്തിനും ഈ നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള ജാഗ്രത എന്നുള്ളത് പോലെ തന്നെ ഇതിനെതിരെയുള്ള ജാഗ്രതയും ആവശ്യമുണ്ട്. അതിന്ന് കേരളത്തിൽ ഒരുപക്ഷെ മൈക്രോസോഫ്റ്റിന് വിരുദ്ധമായിട്ടുള്ളൊരു ജാഗ്രത ഉണ്ടായിരുന്നു കേരളത്തിൽ ഒരു 10-20 വർഷം മുമ്പ്. നമ്മുടെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് മൂവ്മെൻറ്റും ലിനക്സും ഒക്കെ വന്ന അതിലൂടെയാണ്. പക്ഷെ അത്തരമൊരു ജാഗ്രത ഈ മേഖലയിൽ ഇല്ല എന്നൊരു ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം, ഈ മനുഷ്യൻ്റെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്, ക്യാമ്പയിനിങ്ങിൽ മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളത്. അത് നമ്മൾ കേംബ്രിഡ്ജ് അനലറ്റിക്ക എന്ന് പറയുന്നൊരു സ്കാൻഡലുണ്ടായിരുന്നു 2016. അതിലെന്താ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഒരു വ്യക്തിയുടെ പൊളിറ്റിക്കൽ ഓറിയൻറ്റേഷൻ കണ്ടെത്തുക, അതിനനുസരിച്ചുള്ള വാർത്തകൾ മാത്രം കൊടുക്കുക എന്നുള്ള രീതിയിലും മറ്റുമൊക്കെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഈ അൽഗോരിതങ്ങൾക്ക് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടത്, ഈ അൽഗോരിതങ്ങൾക്ക് ഈ മനുഷ്യരുടെ പൊളിറ്റിക്കൽ പൊസിഷൻ 2 ധ്രുവങ്ങളിലായിരിക്കുന്നത് വളരെ ഉപയോഗപ്രദമാണ്. അങ്ങനെ ഒരറ്റത്ത് ഒരു ഫാർ റൈറ്റും ഒരു ഫാർ ലെഫ്റ്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് വാർത്ത ആർക്ക് കൊടുക്കണം എന്നുള്ളത് കണ്ടെത്താൻ എളുപ്പമാണ്. ഫാർ റൈറ്റ് മനുഷ്യന് ഫാർ റൈറ്റ് വാർത്ത കൊടുക്കുക, ഫാർ ലെഫ്റ്റ് മനുഷ്യന് ഫാർ ലെഫ്റ്റ് വാർത്ത കൊടുക്കുക എന്നുള്ളത്. പക്ഷേ അതേസമയം നടുക്കുള്ള വ്യക്തികൾ ആണെന്നുണ്ടെങ്കിൽ വളരെ അൺപ്രഡിക്റ്റബിളാണ്. അവർക്ക് ചിലപ്പോൾ ഒരു ലെഫ്റ്റ് വിങ് വാർത്ത ഇഷ്ടപ്പെടാം, ഒരു റൈറ്റ് വിങ് വാർത്ത ഇഷ്ടപ്പെടാം. ഇത് അൽഗോരിതത്തിന് സഹായകമല്ല. അപ്പോൾ അൽഗോരിതത്തിന് സഹായകമാകുന്നത് വീണ്ടും നിങ്ങളെ റാഡിക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു 2 ധ്രുവം, ഈ വർണ്ണരാജിയിലെ 2 ധ്രുവങ്ങളിലേക്ക്, കൂടുതലും ഈ ഫാർ റൈറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്, അത് അങ്ങനെ തന്നെ പറയുകയും വേണം. അപ്പം മനുഷ്യനെ റാഡിക്കലൈസ് ചെയ്യുന്നതിൽ അൽഗോരിതത്തിനൊരു മേന്മയുണ്ട്. എന്താ വെച്ചാൽ അവരെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ സാധിക്കും. അവർക്ക് എന്ത് ഇഷ്ടപ്പെടും എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് നിർണ്ണയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ AI അതിലൂടെ ഈ പ്രശ്നങ്ങൾ, താങ്കൾ പറഞ്ഞ ആ പ്രശ്നങ്ങൾ AIയിലൂടെ പ്രൊഫൈൽ ചെയ്യുന്നു മനുഷ്യരെ എന്നുള്ളത് ഒരു കാര്യം. പക്ഷെ അതുകൂടാതെ ഇങ്ങനെ പ്രൊഫൈൽ ചെയ്യപ്പെടുന്നതുകൊണ്ട് അൽഗോരിതത്തിന് കൂടുതൽ ശക്തിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ള മറ്റൊരു, ഇതൊരു വിഷ്യസ് സൈക്കിളാണ്. ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുകയും മറ്റൊന്ന് ഇതിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പക്ഷേ അതിനൊരു എളുപ്പമുള്ളൊരു സൊല്യൂഷനൊന്നും ഇല്ല എന്നാണ് കരുതാൻ. അപ്പം ആദ്യത്തെ ചോദ്യങ്ങളൊന്ന്, ഈ ചാറ്റ് ബോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ ഒരുപക്ഷെ ഞാൻ കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ ഈ ചാറ്റ് ബോട്ടുകളെല്ലാം ഒന്ന് തന്നെയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് ChatGPT വന്നതിന് ശേഷം 3 മാസം കൊണ്ടാണ് മറ്റവരത് നിർമ്മിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്, പുതുതായിട്ടൊന്നും കണ്ടെത്തപ്പെടാനില്ല, എല്ലാം ഒന്ന് തന്നെയാണ്. ഒരെണ്ണം കൂടുതൽ റിലയബിളായിട്ട് ഈ ചാറ്റ് ബോട്ടുകൾ പ്രവർത്തിക്കുന്നത് കൂടുതൽ വിവരസാന്ദ്രതയേറിയ മേഖലയിലാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരുപാട് വെബിൽ കുറേ വിവരങ്ങളുണ്ടെന്ന് കരുതുക. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിനെ കുറിച്ച് ഒരു പ്രത്യേക കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് പറയും. പക്ഷേ ഈ സെക്കൻഡ് വേൾഡ് വാറിൽ ഒരു മാത്തമാറ്റീഷ്യൻ മരിച്ചതിനെക്കുറിച്ചോ മറ്റൊക്കെ വിവരസാന്ദ്രത കുറഞ്ഞ മേഖലയിൽ വളരെ അത് എന്തെങ്കിലുമൊക്കെ പറയും. എന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചിരുത്താനാണ് അത് ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ അതല്ലാതെ വസ്തുതാപരത, കുറേ വിവരസാന്ദ്രതയുള്ള മേഖലയിൽ തന്നെ വസ്തുതാപരമായിട്ട് പറയാൻ എളുപ്പമാണ്.
സംഭവമാണ്. പക്ഷെ അത് പിടിച്ചിരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വിവരസാന്ദ്രത കുറഞ്ഞ മേഖലയിലും മറ്റുമൊക്കെ നമ്മളത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ കരുതേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ ചോദ്യം പെട്ടെന്ന് എംപ്ലോയബിലിറ്റി. അതിൽ ഈ AI കാര്യത്തിൽ നമ്മൾ AI ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ AI വിവരശേഖരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ്. ഒരുപാട് വിവരശേഖരങ്ങൾ വേണം. ഈ വിവരശേഖരങ്ങളെല്ലാം മനുഷ്യൻ ലേബൽ ചെയ്തതുമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുതിയ കുറേ തൊഴിലുകൾ ഇല്ലായ്മ ചെയ്യുമ്പോൾ പുതിയ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ പുതിയ തൊഴിലുകളെല്ലാം തന്നെ ഒരുപക്ഷെ ഈ ചാറ്റ് ജി പി ടി ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ച കുറേ തൊഴിലുകൾ കെനിയയിലാണ്. അവരെല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ ആർട്ടിക്കിൾ വായിച്ചിട്ട് ആർട്ടിക്കിൾ അനുയോജ്യമാണോ അല്ലേ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ആ ലേബലിങ്ങിലോട്ടാണ്. അപ്പോൾ ഈ വളരെ വളരെ ഏലിയനേറ്റഡ് ആയിട്ടുള്ള തൊഴിലുകൾ സൃഷ്ടിക്കുക, വളരെ ചിന്താപരമായിട്ടുള്ള തൊഴിലുകൾ ഒഴിവാക്കുക എന്നുള്ള അവസ്ഥ. ഇപ്പോൾ ആർട്ടും പോയട്രിയൊക്കെ ഇത് ഓട്ടോമേറ്റ് ചെയ്ത് കളയും. പക്ഷേ നമ്മൾ ഒടുക്കം ബാക്കിയുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ഇങ്ങനെ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തൊഴിലിൻ്റെ മേഖലയിലുള്ള ഇതിൻ്റെ പ്രതിഫലനം ഈ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. പക്ഷേ ഒരുപാട് തൊഴിൽ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്ന് വെച്ചാൽ വിവരശേഖരങ്ങൾ വേണമല്ലോ. അപ്പോൾ അത് നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്തായാലും വേണം എന്നുള്ളൊരു സംഗതി അവിടെ നിൽക്കുക. സങ്കീർണമാണ് ആ ഒരു റിലേഷൻഷിപ്പ്. പക്ഷേ അതിൻ്റെ ചില ഇങ്ങനെയുള്ള കുറച്ച് വശങ്ങളുണ്ട്. പിന്നെ ഈ വിദ്യാഭ്യാസ മേഖലയിലെ AI പഠിപ്പിക്കുന്നതിനെക്കുറിച്ച്, അതിപ്പോൾ കേരളത്തിലുൾപ്പെടെ ഇങ്ങനെ നിരവധി ആയിട്ടുള്ള AI പഠിപ്പിക്കുന്നതിനെക്കുറിച്ച്, അപ്പോൾ എനിക്ക് തോന്നുന്നു അത് AI ടൂളുകൾ എങ്ങനെ ഉപയോഗിക്കുക എന്ന് പഠിപ്പിക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്യാതെ AI എന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ ഘടന, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു നമുക്ക് ഒരുപക്ഷെ ഒരു സാങ്കേതിക വിദ്യത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സങ്കീർണമാണ്, എനിക്ക് പഠിപ്പിക്കണമെങ്കിൽ 10 ദിവസം എടുക്കുമെന്നാണ് പറയും. പക്ഷേ അതേസമയം ഇത് ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ്. അത് ഒരു നമുക്ക് ഹൈ ലെവലിൽ അബ്സ്ട്രാക്റ്റായിട്ട് സംസാരിക്കാം, അബ്സ്ട്രാക്റ്റായിട്ട് ഇത് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ ഹിസ്റ്ററി ഉപയോഗിച്ച് അവതരിപ്പിക്കാം, അല്ലെങ്കിൽ മറ്റു രീതിയിൽ അവതരിപ്പിക്കാം. ആ രീതിയിൽ AI പഠിപ്പിക്കുന്നതിൽ കാര്യമുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ഇന്നിപ്പോൾ പലപ്പോഴും നമ്മൾ AI പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ AI ടൂൾ ഉപയോഗിച്ച് എങ്ങനെ പുതിയ ഇതുണ്ടാക്കാം, അതെനിക്ക് തോന്നുന്നു AI കമ്പനികൾ ഈ ബിഗ് ടെക്കിൻ്റെ ഒരു ആധിപത്യത്തെ കൂടുതൽ സഹായിക്കുന്നതാണ്. ഈ ടൂളുകൾക്ക് അടിമകളായി മാറുകയാണ്. പിന്നെ അവർക്ക് വേറൊന്നും ചിന്തിക്കാൻ ശേഷിയില്ല. എല്ലാത്തിനും ഒരു AI ടൂളുണ്ട് എന്ന് നമ്മൾ പരോക്ഷമായിട്ട് പറഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട, എല്ലാം AI ടൂളുണ്ട്, അതിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം പഠിപ്പിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. സി രാധാകൃഷ്ണന്റെ നമ്മൾ കാലം കാത്തു വെച്ച നോവൽ AI ബേസ് ചെയ്തിട്ടുള്ള നോവലാണ്. അതിനകത്ത് അദ്ദേഹം വളരെ വിശാലമായിട്ട് ഇന്റർനാഷണൽ റിലേഷനുകളെ തകർക്കാൻ AIക്ക് പറ്റുമെന്ന്, സ്പൈ വർക്ക് അതുപോലെ ഗവൺമെന്റ് തരും. ഈവൻ ഫുട്ബോൾ കളികളിൽ പോലും നമ്മൾ AI ഉപയോഗിച്ചുകൊണ്ട് ഏത് ടീമിലും ഇഷ്ടമുള്ള ടീമിനെ ജയിപ്പിക്കാത്തത് പറയുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം അതിനകത്ത് അവസാനം ചെയ്യുന്നത് നമ്മുടെ ആധ്യാത്മികതയെ അതിനകത്തുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ഇന്ത്യയിൽ നിന്നാണ് ഈ സാധനം വന്നെന്നുള്ള രീതിയിൽ അത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധ്യത ഇന്റർനാഷണൽ ലെവലിൽ AI ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ഭരണപരമായ മാറ്റങ്ങൾ വരുത്താൻ ഇത് ഉപയോഗിക്കാമെന്ന്. അത് ശരി. എനിക്ക് രചന പരിചയമില്ല, പക്ഷെ അത് നോക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിരിക്കും. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാവുന്നത് എന്ന് വെച്ചാൽ ഈ പെഗാസസ് എന്നൊക്കെ പറയുന്ന ഒരു ടൂളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തന്നല്ലോ. അത് ഈ ഭരണകൂടങ്ങൾ പലതും അത് മേടിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. ഇത് ഡെവലപ്പ് ചെയ്ത ഒരു ഇസ്രായേലി കമ്പനിയാണ്. ഇസ്രായേലി കമ്പനി ഇത് ഡെവലപ്പ് ചെയ്തു എന്നുള്ള ഒരു ആകസ്മികതയല്ല. അവർ ഈ പലസ്തീൻ ജനതയെ സർവൈലൻസിന് വേണ്ടിയിട്ട് പലസ്തീൻ ജനതയുടെ മുൻതയുള്ള ഈ പെഗാസസിനെ കുറിച്ചാണ് പറഞ്ഞത്. പെഗാസസ് എന്ന് പറയുന്ന ഒരു ടൂള് ഈ ഒരു വിവരാധിഷ്ഠിത ടൂളാണ്. അത് പല ഭരണകൂടങ്ങളും മേടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ഇസ്രായേലിൽ നിന്ന് വന്നത് ഒരു ആകസ്മികതയല്ല എന്നാണ് ഞാൻ ഇവിടെ പറയാൻ വന്നത്. ഒരു കോയിൻസിഡൻസ് അല്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ ഒരുപാട് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള അപ്പോൾ ഈ കൊളോണിയൽ പ്രോജക്റ്റുകളെയും മറ്റുമൊക്കെ സഹായിക്കുന്ന രീതിയിൽ AI കാര്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിന് അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ റിലേഷൻസിലും മറ്റുമൊക്കെ ആ രീതിയിലുള്ള ഒരു സംഗതി ഇപ്പോൾ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇസ്രായേലിൻ്റെ ഈ സർവൈലൻസ് ടെക്നോളജിയുടെ ഒരു പ്രധാനപ്പെട്ട ലീഡറായിട്ട് ഇസ്രായേൽ മാറുന്നത് ഈ പലസ്തീനി ജനതയെ ഇങ്ങനെ 10, 30, 40 വർഷമായിട്ട് ഇങ്ങനെ സർവൈൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഇതിലും കൂടിയാണ്. പിന്നെ മറ്റ് ഈ ഇന്ത്യൻ എന്താ പറയുക, ഒരു തത്വചിന്തയുടെ ഭാഗമായിട്ടാണോ AI വന്നതെന്നുള്ളത് എനിക്ക് ഇതുവരെയുള്ള വായനയിൽ നിന്ന് ഇതുവരെയുള്ള വായനയിൽ നിന്ന് ഇതൊരു വളരെ പാശ്ചാത്യ മൂല്യവ്യവസ്ഥ നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപക്ഷെ ആ നോവലാണെന്ന് തോന്നുന്നല്ലേ, നോവൽ വായിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാവുമായിരിക്കും. താങ്ക്സ്. പിന്നെ താങ്കൾ ചോദിച്ചത്
എന്തായിരുന്നു? ഈ ഭരണപരമായ മാറ്റങ്ങൾ ഓക്കെ. വരുത്താൻ ഇത് ഉപയോഗിക്കാം ഓക്കെ. എന്ന് വരുത്തി തീർക്കുന്നുണ്ടോ? ഓക്കെ, അത് ശരി. അതിൽ ഒരു കാര്യം, ഒരുപക്ഷെ ഒരുപാട് ഡേറ്റ ഉണ്ടെങ്കിൽ, ഒരുപാട് വിവരങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു പക്ഷേ ഇതെല്ലാ വിവരങ്ങളും ഒരു വ്യക്തിക്ക് നോക്കി തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് വിവരങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ സമ്മറൈസ് ചെയ്യാനും മറ്റുമൊക്കെ AI ഉപയോഗിക്കുന്നതുകൊണ്ട് അത്ര പ്രശ്നം കുറവുള്ളൊരു മേഖലയായിട്ട് അതിനെ കാണാമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഈ ഭരണത്തിലും മറ്റുമൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് തരത്തിലുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷ്മത വേണമെന്നാണല്ലോ നമ്മൾ പറയുക. എന്ന് വെച്ചാൽ ഒരു പൊതു പോളിസിയാണല്ലോ, പൊതു നയം രൂപീകരിക്കുമ്പോൾ സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിവരശേഖരണങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ആ വിവരശേഖരണങ്ങൾ ഒരുപക്ഷെ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ ഒരു പരിധിവരെയൊക്കെ AI സഹായിച്ചേക്കാം. അവിടെയും ഈ ചതിക്കുഴികളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ സൂക്ഷിച്ചു വേണം കേൾക്കാൻ.